ഈ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് വേർപെട്ട സമൂഹത്തിൽ ഇതിന് വേണ്ട പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നൊരു ചിന്തയാണ് എനിക്കുള്ളത്. എന്നാൽ നിങ്ങൾ, പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസൻ, ഈ ഒരു സബ്ജക്റ്റ് ഇങ്ങോട്ട് തന്നെ ആവശ്യപ്പെട്ടത് വളരെ നമുക്ക് ചിന്തിക്കണം. അത് വളരെ അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം സാധാരണ ആളുകൾക്ക് ഈ വൈകാരികമായി നമ്മൾ ഇളകുന്ന മെസ്സേജുകളാണ് ആളുകൾ താല്പര്യപ്പെടുന്നത്. നമ്മുടെ ഇമോഷൻസ് ചാർജ് ചെയ്യത്തക്കവണ്ണമുള്ള ഒരു പ്രവണതയാണ് മിക്കവാറും ആളുകൾക്കൊക്കെ ഉള്ളത്. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്ത അനുഭവത്തിലാണ് ഈ ഒരു സഭ ഇങ്ങനെ ഈ നിലയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഞാൻ നിങ്ങളുടെ ചിന്തയെ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം, അതിന്റെ 25 മുതൽ 35 വരെയുള്ള വചനങ്ങൾ. നിങ്ങൾ ഒരാളത് വായിക്കുകയാണെങ്കിൽ നല്ലതാണ്. നമുക്ക് ആ നിലയിൽ സഹകരിക്കാം. ഏതായാലും ഇതൊരു ടീച്ചിങ് സെഷൻ ആണല്ലോ, അതുകൊണ്ട് ആ നിലയിൽ ഒന്ന് സഹകരിച്ചാൽ നല്ലതായിരിക്കും. 14-ന്റെ 25 മുതൽ 35 വരെയുള്ള വാക്യം വായിക്കാമല്ലോ. ഏറെ പുരുഷാരെ അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വക ഉണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനം വിട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം. കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിയാൻ തുടങ്ങി, തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ. അല്ല, ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പട ഏൽപ്പാൻ പുറപ്പെടും മുമ്പേ ഇരുന്ന് ഈ 20,000 വരുന്നവനോട് താൻ 10,000 എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ? പോരാ എന്ന് വരികിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്നാനാധിപകളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് തന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തൊന്നുകൊണ്ട് അതിന് രസം വരുത്തും? പിന്നെ നിലത്തിനും വളത്തിനും കൊള്ളുന്നതല്ല, അതിനെ പുറത്തു കളയും. കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. ഒരു വാക്ക് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ശിഷ്യത്വത്തെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കണം. ഞങ്ങളുടെ കുറവുകൾ ഞങ്ങളോട് ക്ഷമിക്കണം. വേണ്ടും വണ്ണം വചനം ഗ്രഹിപ്പാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് തരണം. കർത്താവ് ഈ 3 ദിവസവും മഹത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 25 മുതൽ 35 വരെയുള്ള വചനങ്ങളാണ് പ്രിയ സിസ്റ്റർ ഇവിടെ പരസ്യമായിട്ട് വായിച്ച് കേൾപ്പിച്ചത്. ഈ വാക്യങ്ങളിൽ 26-ാം വാക്യം, 27-ാം വാക്യം, 33-ാം വാക്യം, ഇവിടെയെല്ലാം ശിഷ്യൻ എന്ന പദപ്രയോഗം നിങ്ങൾക്ക് കാണാൻ കഴിയും. ശിഷ്യനാകുവാൻ കഴിയുകയില്ല, എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല, റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നതായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് 25 മുതൽ 35 വരെയുള്ള വേദഭാഗത്തിലെ പ്രധാനപ്പെട്ട താക്കോൽ വാക്ക് എന്ന് പറയുന്നത് ശിഷ്യൻ എന്നുള്ള വാക്കാണ്. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത് ശിഷ്യത്വത്തെ കുറിച്ചാണല്ലോ. അതിന് ഈ ഒരു പാസേജ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയോടെ ഈ പാസേജിലേക്ക് സമീപിക്കുകയാണ്. ഇത് നമുക്ക് തീർക്കാൻ ഒത്താൽ നമുക്ക് അവസാന ദിവസം കുറച്ചുകൂടെ
മറ്റ് ഭാഗങ്ങളിലേക്ക് പോകുവാനും കഴിയും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പം പ്രധാനപ്പെട്ട വാക്കാണ്. അപ്പോൾ തന്നെ നമ്മുടെ പഠനത്തിന്റെ സൗകര്യത്തിനായി 25 മുതൽ 35 വരെയുള്ള വാക്ക് നമുക്ക് 4ആയി തിരിക്കാൻ കഴിയും. നമുക്കതൊന്ന് വിഭജിച്ച് പഠിക്കാം. ഒന്നാമത്തെ വിഭജനം അതിന്റെ 25 മുതൽ 27 വരെയുള്ള വാക്ക്. 26, 27 വാക്യമാണ്. 25 നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കരുതിയാൽ മതി. ശിഷ്യത്വത്തിന് കൊടുക്കേണ്ട 2 വിലയെക്കുറിച്ചാണ് 26, 27 വാക്യത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം വിഭജനം 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ 2 ഉപമകളെ കുറിച്ച് കർത്താവ് പറയുന്നു. 33-ാം വാക്യം, മൂന്നാമത്തെ വിഭജനത്തിൽ ശിഷ്യത്വത്തിന് കൊടുക്കേണ്ട 3-ാമത്തെ വിലയെക്കുറിച്ച് പറയും. 34, 35 വാക്യങ്ങളിൽ ഒരു ഇലസ്ട്രേഷൻ പറയുകയാണ്. ഉപ്പിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഒരു സാദൃശ്യം കർത്താവ്. ഇങ്ങനെ 4ആയിട്ട് തിരിക്കാൻ കഴിയും. അപ്പൊ അതിന്റെ ഒരു മുഖവരയായിട്ട് നമുക്ക് ആ 25-ാം വാക്യത്തിൽ തുടങ്ങാം. ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ്, അതിനെ കുറച്ചുകൂടെ ഒരു വൈഡർ കോണ്ടെക്സ്റ്റ് കൊണ്ട് ഞാൻ വേഗത്തിൽ അത് പറയാൻ ശ്രമിക്കാം. അപ്പം 26, 27 വാക്യത്തിൽ ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, 2 കോസ്റ്റ്. 28 മുതൽ 32 വരെ 2 പാരബിൾസ്. 33-ാം വാക്യത്തിൽ 3rd കോസ്റ്റ്. 34, 35 വാക്യത്തിൽ ഒരു ഇലസ്ട്രേഷൻ, സാദൃശ്യം. ഇത് കംപ്ലീറ്റ് ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ഇനി യേശു ആരോടാണ് ഇത് പറയുന്നത്? അതിന് 25-ാം വാക്യത്തിലേക്ക് നമുക്കൊരു പ്രാവശ്യം നമുക്ക് തിരിക്കാം. ഏറിയ പുരുഷാരം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് പരിഭാഷ ശ്രദ്ധിച്ചാൽ ബഹുവചനത്തില് പുരുഷാരം എന്ന് പറയുന്നത് അമ്മയാണ്, പ്ലൂറൽ. അത് അങ്ങനെ ഒന്ന് ചൂണ്ടിക്കാട്ടുവാനായിട്ട് ഇടയായി തീർന്നത്. ഇതിന്റെ അർത്ഥം തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ, ആയിരക്കണക്കിന് ആളുകൾ എന്നർത്ഥം വരുന്ന പുരുഷാരം എന്നുള്ളത് ബഹുവചനത്തിലാണ്. ക്രൗഡ്സ് എന്ന ഏറിയ പുരുഷാരം. അവനോട് കൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്. ഏറിയ പുരുഷാരം അവനോട് കൂടെ പോകുക. അവനോട് കൂടെ, യേശുവിന്റെ കൂടെ. എങ്ങോട്ടായി പോകുന്നേ? അപ്പൊ ഇതൊരു യാത്രയാണെന്നുള്ളത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ഇതൊരു യാത്രയാണ്, ഇറ്റ്സ് എ ജേർണി. ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത 9-ാം അധ്യായത്തിന്റെ 51-ാം വാക്യം മുതൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ഒരു പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് ആണ്. അവിടെ നമ്മൾ വായിച്ചാൽ ആ 9-ന്റെ 51 മുതൽ 19-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം വരെ കർത്താവ് യെരുശലേമിലേക്ക് പോകുന്ന ഒരു വഴിയാത്രയുടെ വിവരണമാണ്. ജേർണി ടുവേർഡ്സ് ജെറുസലേം. അപ്പൊ ലൂക്കോസ് എന്ന എഴുത്തുകാരൻ ഈ യേശുക്രിസ്തുവിന്റെ യാത്ര ഏറ്റവും അവസാനമായി കാൽവറി ക്രൂശിൽ യാഗമായി തീരുവാൻ യെരുശലേമിലേക്ക് പോകുന്ന ആ യാത്ര വിവരിക്കുകയാണ്. ആ യാത്രാ മധ്യത്തിൽ കർത്താവിനെ അനുഗമിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ശിഷ്യത്വ പരിശീലനമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ 9-ന്റെ 51, 9-ന്റെ 53, 10-ന്റെ 38, 13-ന്റെ 22, ഇവിടെ എല്ലാം ആ ജേണി ആവർത്തിച്ച് പറയുന്നുണ്ട്. അവന്റെ യാത്രയെ കുറിച്ചാണ് പറയുന്നത്. നമ്മളൊരു സ്റ്റഡി ആയതുകൊണ്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം. 13-ന് 22, 13-ന്റെ 33, 17-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, 18-ന്റെ 31,
19, 11, 28, 41 ഇവിടെ ഇല്ല. ലൂക്ക് എന്ന എഴുത്തുകാരൻ ജീസസ് ഇസ് ഓൺ ദ വേ ടു ജെറുസലേം അക്കമ്പനി ചെയ്യുന്ന ഒരു ലാർജ് ക്രൗഡിനെ കാണാൻ കഴിയും. ഈ ക്രൗഡിൽ എല്ലാവർക്കും ഒന്നും യേശു എന്തിനാണ് പോകുന്നതെന്നൊന്നും ഉള്ളതിനെ കുറിച്ചെല്ലാം വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ടൊന്നും അറിയത്തൊന്നുമില്ല. പക്ഷെ യേശു പോകുന്നത് ഏറ്റവും അവസാനമായി നമ്മുടെ പാപങ്ങൾക്ക് യാഗമായി തീരാൻ വേണ്ടി പോകുകയാണ്, യാത്രയാണ്. അതാണ് അതിന്റെ വൈഡ് കോണ്ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതിന് ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഏറിയ പുരുഷാരം എന്ന് 25-ാം വാക്യത്തിൽ തുടങ്ങുമ്പോൾ 25-ാം വാക്യത്തിന്റെ മുകളിൽ എന്താ എഴുതിയിരിക്കുന്നത്? 14-ാം അധ്യായം മുഴുവൻ ഒരു വലിയ സംഭവം. ഒരു ശബത്ത് ദിവസം കർത്താവ് ഒരു ഫരീസേന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നതാണ് രംഗം. അത് നിങ്ങൾ പിന്നീട് ഒന്ന് വായിക്കണം. അത് ദൈവരാജ്യത്തിന്റെ ഒരുപാട് പ്രിൻസിപ്പിൾസ് അവിടെ കാണാൻ കഴിയും. അതിനോട് ബന്ധപ്പെട്ടാണ് വാസ്തവത്തിൽ ഈ ശിഷ്യത്തെ പാഠവും കിടക്കുന്നത്. ഈ 14-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ 5-6 വാക്യങ്ങളില് ഇവന്മാര് വലിയ തന്ത്രശാലികളായി ഫരീസേരെ. ശരിക്കും കർത്താവിനെ ഊണിനൊക്കെ കർത്താവ് വന്നു കഴിഞ്ഞ് കർത്താവിനെ പിടിക്കാൻ വേണ്ടി മഹോദ്രം എന്ന രോഗമുള്ള ഡ്രോപ്സി എന്ന് പറയും, എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൽ വെള്ളം കെട്ടുന്ന ഒരു രോഗം, ആ രോഗമുള്ള ഒരു മനുഷ്യനെ മനഃപൂർവ്വം പിടിച്ച് മുന്നേ വെച്ചു. കാരണം അവർക്കറിയാം കർത്താവ് മനസ്സലിയുള്ളവനാ, കർത്താവ് സൗഖ്യമാക്കും. അപ്പൊ ശബത്തിൽ കർത്താവ് സൗഖ്യമാക്കുന്ന വിഷയം അവർക്ക് കർത്താവിനെ കുറ്റപ്പെടുത്താനായി ഒരു ആയുധമായി ഉപയോഗിക്കണം. പക്ഷെ കർത്താവ് അവിടെ അവരുടെ വായ മിണ്ടാതാക്കുന്നുണ്ട്. അവരോട് 1-2 ചോദ്യം ചോദിക്കുമ്പോൾ അവർക്ക് മിണ്ടാൻ കഴിയാതെ ആകുന്നുണ്ട്. എന്നിട്ട് കർത്താവ് രോഗിയെ സൗഖ്യമാക്കുകയും ചെയ്തു. ഇവിടെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ വിഷയം വിട്ടുപോകല്ലെങ്കിലും നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് ഉണർത്താൻ ഞാൻ പറയാം. ഈ നമ്മുടെ ഇടയിലൊക്കെ ആളുകൾ പറയുന്നു, ബ്രദറെ ഒരു അന്തരീക്ഷം ഇല്ലായിരുന്നു, അതുകൊണ്ട് ഹീലിംഗ് നടന്നില്ല, അല്ലെ? ഒരു അന്തരീക്ഷം ഇല്ലാഞ്ഞുകൊണ്ട് കർത്താവിന് എന്ത് അന്തരീക്ഷമാണുള്ളത്? ആളുകൾ കർത്താവിനെ പിടിക്കാനിരിക്കുകയാണ്, കുറ്റപ്പെടുത്താനിരിക്കുകയാണ്, വിമർശകരായിട്ടിരിക്കുകയാണ്. ദൈവകൃപയുള്ള ഒരാളിനെന്താ? ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരാളിനെ വിമർശനങ്ങളുടെ നടുവിലും പ്രസംഗിക്കും, പഠിപ്പിക്കും, രോഗികളെ സൗഖ്യമാക്കും. നമ്മുടെ അതുകൊണ്ട് ആ ചിന്താഗതികൾക്കൊക്കെ മാറ്റം ഉണ്ടാകണം. പലപ്പോഴും കർത്താവായ യേശുക്രിസ്തുവിനെ ശ്രദ്ധിക്കേണ്ടതിന് പകരം നമ്മൾ ഈ ഒരുപാട് ശുശ്രൂഷകരെയാണ് ശ്രദ്ധിക്കുന്നത്. വേറെ ചില ആളുകളുണ്ട് സംസാരിക്കുമ്പം ഈ കീബോർഡ് മെല്ലെ മെല്ലെ അത് അതിന്റെ മ്യൂസിക് ഇല്ലെങ്കിൽ അവർക്ക് മെസ്സേജ് വരത്തില്ല. ഇത് വല്ലോ യേശുവിന്റെ ശുശ്രൂഷയിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ എന്താ അതിനൊക്കെ പറയേണ്ടത്? ഇതൊക്കെ ഈ സായിപ്പന്മാരെയൊക്കെ ഓരോരുത്തരെ കോപ്പി ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഇപ്പൊ മ്യൂസിക് വെച്ചാൽ നമുക്ക് ഡിസ്റ്റർബൻസ് അല്ല, പക്ഷെ മ്യൂസിക് കൊണ്ട് നമുക്ക് ദൂത് പറയാൻ അങ്ങനെ ഒക്കുള്ളൂ എന്ന് പറയുമ്പോഴേ നമുക്ക് ഒബ്ജക്ഷൻ ഉള്ളൂ. ചിലപ്പോ മ്യൂസിക് വേണേ മ്യൂസിക്, ഇല്ലേലും പ്രശ്നമില്ല, ഉണ്ടേലും പ്രശ്നമില്ല, വിമർശകനാണേലും പ്രശ്നമില്ല, അനുകൂലമാണേലും പ്രശ്നമില്ല. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യമാണ് നമ്മൾ ആദ്യത്തെ 6 വാക്യങ്ങളിൽ കാണുന്നത്. എന്നിട്ട് അതിനുശേഷം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഈ ഊണിനെ ഒരുപാട് പേര് വന്ന് കേട്ടു. അപ്പൊ കർത്താവ് അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കിയപ്പോഴേ ഈ ഊണിന് വന്നിരിക്കുന്ന ഗസ്റ്റുകളെല്ലാം പ്രധാനപ്പെട്ട സ്ഥലം നോക്കി അവർ ചാടിയിരിക്കുക. കാരണം അവർക്ക് ഈ പ്രധാന സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോൾ ബഹുമാനം കിട്ടും, ഓണർ തേടി പോവാ. കർത്താവ് ഇരുന്നിട്ട് കർത്താവ് ശക്തമായി അവരെ വിമർശിച്ചു. അതാണ് 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ. അതിൽ 11-ാം വാക്യത്തിലാണ് കർത്താവ് അതിന്റെ പ്രിൻസിപ്പിൾ കൊണ്ടുവന്നത്. ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിളാണ്. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. അപ്പൊ ഇവരോട് കർത്താവ് ഒരു ഉപമ തന്നെ പറഞ്ഞു. നിങ്ങൾ ഈ ചാടിക്കേറി വന്നേ പ്രധാനപ്പെട്ട സ്ഥലത്തിരിക്കുമ്പോഴേ നിങ്ങളെക്കാട്ടിൽ വലിയ ഒരാൾ വരികയാണെങ്കിൽ ഈ വിളിച്ചവൻ നിങ്ങളോട് പറയും പോയി പുറകെ ഇരിക്കാൻ, അതിലൊക്കെ നല്ലതല്ലയോ പുറകിൽ പോയി ഇരിക്കുന്നത്. എന്നിട്ട് വിളിച്ചയാളെ നിങ്ങളെ മുന്നേ കൊണ്ട് ഇരുത്തും. നിങ്ങൾക്ക് അതാണ് മാന്യത. ഇത് കഴിഞ്ഞിട്ട് 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ
ഊണിന് വിളിച്ചവനെ വിമർശിച്ചു. കാരണം ഈ ഫരീസയന്മാരുടെ ഒരു കുഴപ്പം, ഇവർ ഈ ഊണിന് വിളിച്ചതിന്റെ പിൻപിലും ഇവർക്കൊരു ഉദ്ദേശമുണ്ട്. നല്ല പണക്കാരെയും ശേഷിയുള്ളവരെയും ബന്ധക്കാരെയും ഒക്കെയാ വിളിച്ചത്. അവരിവനെ തിരിച്ചു വിളിക്കും. അപ്പൊ തിരിച്ചു വിളിയും ബഹുമാനവും ഉദ്ദേശിച്ച ഈ പുള്ളി ആളുകളെ ഊണിൽ വിളിച്ചിരിക്കുന്നു. കർത്താവ് പറയാ, ഇത് നിന്നെ തിരിച്ചു വിളിക്കാൻ കഴിയാത്തവർക്ക്, ദരിദ്രരായുള്ളവർക്ക്, സാധുക്കളെ നീ വിളി. അങ്ങനെയാണെങ്കിൽ നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലം ഉണ്ടാവും. അപ്പൊ ഇത് സംഗതി അപ്പം ഊണിന് പോയതാ, പക്ഷെ ടെൻഷൻ ആയിപ്പോയി. ആദ്യം തന്നെ ഈ വിളിച്ചവരുടെ ഉദ്ദേശം പാളി. കാരണം അവിടെ ഹീലിംഗ് നടന്നു, അവർക്ക് വിമർശിക്കാൻ ഒത്തില്ല. പിന്നീട് ഈ ടേണിംഗ് ദ ടേബിൾ എന്ന് പറയും ഇംഗ്ലീഷില്, അല്ലേ? എന്ന് പറഞ്ഞാല് അവര് വിളിച്ചത് കർത്താവിനെ വിമർശിക്കാനാണ്. ഒടുവിൽ കർത്താവ് നേരെ തിരിച്ചിട്ട് അവിടെ വന്ന ഗസ്റ്റുകൾക്കും വിളിച്ചവനും ദൂരം. സംഗതി ഇങ്ങനെ ഒരു വല്ലാത്തൊരു ടെൻസ്ഡ് ആയിട്ട് ഇരിക്കുക. ടെൻസ് എന്നോ ഇന്റൻസ് എന്നോ വേണേ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോ ഒന്ന് അയക്കാൻ വേണ്ടി ആയിരിക്കും ഒരാൾ എഴുന്നേറ്റ് ഒരു കാര്യം പറഞ്ഞു. കർത്താവ് പ്രത്യേകിച്ച് പറഞ്ഞത്, നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ 15-ാം വാക്യത്തിൽ കൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുത്തൻ ഇത് കേട്ടിട്ട് ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് അവനോട് പറഞ്ഞു. അപ്പൊ ഇത് കേൾക്കാൻ നല്ല സുഖമാണ്. എന്താ ദൈവരാജ്യത്തിൽ ഭക്ഷണത്തിന് ഇരിക്കുന്നവൻ, പന്തിയിൽ ഇരിക്കുന്നവൻ ഭാഗ്യവാൻ എന്നൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞോൻ ഉൾപ്പെടെ ചിന്തിക്കുന്നത് നമ്മളെല്ലാം സ്വർഗത്തിൽ പോകുന്നവരാണെന്നാ. ടെൻഷൻ ഒന്ന് അയക്കാൻ വേണ്ടി ഒരു നല്ല കാര്യം പറഞ്ഞു. അതിനോടെല്ലാം ഫരീസേരും യോജിക്കും. പിന്നെ ഫരീസേര് സ്വർഗത്തിൽ പോയില്ല, ആരാ പോകുന്നത്? അപ്പൊ ഇവരെല്ലാം കാപഠ്യം കളിക്കുന്നെങ്കിലും ഇവരുടെ ചിന്ത ഇവർ ദൈവരാജ്യത്തിൽ കാണുമെന്നാണ്. കാരണം അബ്രഹാമിന്റെ സന്തതി എന്ന നിലയിൽ, അല്ലാതെ പിന്നെ എവിടെ പോകാന്, ഒരു സ്വർഗത്തിലേ പോവുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണയാണ് ഇവർക്കുണ്ടായിരുന്നത്. അപ്പൊ ഇവരിങ്ങനെ ഈ പന്തിയിലിരുന്ന ഒരുത്തനെ ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് അവനോട് പറഞ്ഞപ്പോൾ സാധാരണക്കാരെല്ലാം അതിനെ പറയും ആമേൻ. അതിന് 16-ാം വാക്യം മുതൽ 24 വരെ കർത്താവ് ഒരു ഉപമ പറയാം. ഒഴിവുകഴിവിന്റെ ഉപമ, ദി പാരബിൾ ഓഫ് ദി എക്സ്ക്യൂസസ്. തീർത്ത് അവരോട് പറയാണ് അവർ സ്വർഗത്തിൽ പോകത്തില്ല. മനസ്സിലാക്കണം. ഇത് കഴിഞ്ഞ് കർത്താവ് ഈ ഫരീസയന്റെ ഊണ് വിട്ടിട്ട് വെളി വരുമ്പോഴാണ് ഈ പുരുഷാരം കാത്ത് നിൽക്കുന്ന പുരുഷാരത്തോട് പോകുന്നതായിട്ട് കാണും. അപ്പൊ ഇതിനകത്ത് ഞാനത് പിന്നീട് ബന്ധിപ്പിക്കാൻ ശ്രമിക്കാം. ഇവിടെ ഇവരോട് പറയുന്നത് സ്വർഗത്തിൽ പോകുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. അവിടുത്തെ അത് വളരെ വിശദീകരിക്കേണ്ട കാര്യമാണ്. അവരുടെ ഇടയില് ഈ ഊണിന് വിളിക്കാന്ന് പറയുമ്പോൾ 2 വിളിയാവുള്ളത്. വിളി, ആദ്യത്തെ വിളി ക്ഷണമാണ്. ഒരു വലിയൊരു ആള് ഊണിന് വിളിക്കുകയാണ്, ഒരു ബാങ്കറ്റ് വിളിക്കുക, നിങ്ങളെല്ലാം വരണം. അപ്പൊ വരാമെന്ന് അവർ ഏറ്റു. 2ാമത്തെ ആള് എന്നാ പറയുന്നത് വരാം. അപ്പൊ ഇതിനർത്ഥം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിലെ ഊണിന് ഇവര് ക്ഷണിക്കപ്പെട്ടവരായിരുന്നു യഹൂദന്മാർ. അവരെല്ലാം ഏറ്റെടുത്തു, അതെ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം. പക്ഷേ 2ാമത്തെ ക്ഷണം കർത്താവായ യേശുക്രിസ്തു വന്നു, അവർ റിജക്റ്റ് ചെയ്തു. ഓരോ ഒഴികഴിവുകളാണ്. അതാണ് വാസ്തവത്തിൽ നമ്മൾ ആ പാരബിൾ ഓഫ് എക്സ്ക്യൂസിൽ നമ്മൾ കാണുന്നത്. അപ്പം ഈ കഥയിലൂടെ, ഈ ഉപമയിലൂടെ കൃപയാൽ ലഭിക്കുന്ന രക്ഷയെക്കുറിച്ചുള്ള സൂചനകളാണ് കർത്താവ് കൊടുക്കുന്നത്. ശരിക്കും ഇസ്രായേൽ ജനം യഹൂദൻ തിരസ്കരിച്ചപ്പോൾ അവിടെ പറയുന്നത് എന്താ? പാപികളായിട്ടുള്ള ആൾ, ചുങ്കക്കാര്, വ്യഭിചാരികൾ, ഇവർക്കൊക്കെ ക്ഷണം പോയി. അവരൊക്കെ ആ കാലഘട്ടത്തിൽ ഫരീസയനും യഹൂദനും ഒക്കെ തിരസ്കരിച്ച ആളുകൾ അവർ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു. അപ്പം വിളിക്കാൻ പോയ സെർവന്റുകൾ പറയുന്ന, യജമാന്റെ ഇനി സ്ഥലമുണ്ട്. അപ്പൊ പറഞ്ഞു ഗോ ഇൻ ദ ഫീൽഡ്സ്. അങ്ങനെ നാട്ടിലേക്ക് തിരിയുന്നത്. അങ്ങനെയാ നമുക്ക് ഉണ്ടാക്കിയത്. അവരെല്ലാം വിളിച്ചോട്ടെ, എന്റെ ബാങ്ക്വറ്റ് ഹാൾ ഫുൾ ആകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ അത് കാണുന്നത്. അത് കഴിഞ്ഞ് അവരോട് ഈ ദൂത് പറഞ്ഞു കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് നമ്മൾ ഇവിടെ കാണുന്നത്
ഏറിയ പുരുഷാരം. കർത്താവ് സപ്പർ, ഊണ് അങ്ങോട്ട് കഴിഞ്ഞ് അവിടെ നിന്ന് പുറത്ത് വരുമ്പോൾ വളരെ വാം റിസപ്ഷനാണ്. ക്രൗഡുകളെല്ലാം കർത്താവിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ വലിയ പുരുഷാരമാണ് നമ്മളവിടെ കാണുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്നത്തെ ആളുകൾ പുരുഷാരത്തെ വീക്ഷിക്കുന്നത് പോലെയല്ല കർത്താവ് വീക്ഷിച്ചത്. പലപ്പോഴും നമ്മുടെ ഇടയിൽ ഒരു ചിന്ത ഉള്ളത്, പുരുഷാരമാണ് ശുശ്രൂഷയുടെ സക്സസ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒരുപാട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയാണ്. ഈ പുരുഷാരത്തെ പലപ്പോഴും കാണുമ്പോൾ പലയിടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, കർത്താവ് അവരോട് പറയുന്ന ദൂതുകൾ എന്ന് പറയുന്നത്, അത് അവരെ സ്നേഹിച്ചുകൊണ്ട് പറയുന്നത് അവർക്ക് കേൾക്കാൻ ഇമ്പകരമല്ലാത്ത കാര്യമാണ് പറയുന്നത്. അവരെ എന്റർടൈൻ ചെയ്യല്ല കർത്താവ്. പുരുഷാരം വാസ്തവത്തിൽ പിരിഞ്ഞു പോകത്തക്കവണ്ണമുള്ള കാര്യമാണ് കർത്താവ് പറയുന്നത്. അങ്ങനെ ഒരു സന്ദർഭമാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. അപ്പൊ ഈ പുരുഷാരം എങ്ങനെയാണ് കൂടുന്നത്? കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയില് ഒന്ന് അത്ഭുതങ്ങൾ നടന്നു. ഒന്നിൽ അനുഭവിക്കാനായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ജീവിതത്തിൽ അത്ഭുതം നടക്കുന്ന കാണാനായിരിക്കും. രണ്ടാമത്, പല യോഗങ്ങൾക്കും യോഗം കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആഹാരം കിട്ടും. ഇത് മാത്രമല്ല, ഇവരിൽ മിക്കവരും ചിന്തിച്ചിരുന്നത് കർത്താവ് മെഷിയാണ്. അപ്പൊ മെഷിയ എന്ന നിലയിൽ അക്ഷരീകമായ ഒരു ദൈവരാജ്യം സ്ഥാപിക്കും. ഈവൻ കർത്താവിന്റെ ശിഷ്യന്മാർക്ക് പോലും ആ ഐഡിയ ഉണ്ടായിരുന്നു, എ പൊളിറ്റിക്കൽ കിങ്ഡം. അങ്ങനെ കർത്താവ് രാജാവാണ്, ഞങ്ങളൊക്കെ പ്രധാനപ്പെട്ട സ്ഥാനത്താകുന്നവർ ചിന്തിച്ചിരുന്നു. വേറെ ഒരു കാരണം കൂടെ ഞാൻ എടുത്തു പറയാം. 14-ാം അധ്യായത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെ ശക്തമായ ഭാഷയിൽ ആ കാലഘട്ടത്തിലെ കൂടിയ ആത്മീകരാണെങ്കിലും കാപഠ്യം നിറഞ്ഞ ജീവിതം നയിച്ചവരുടെ കാപഠ്യത്തിന്റെ മുഖം മൂടി കർത്താവ് പൊളിക്കുന്നു. അങ്ങനെ പറയണം. നല്ല മെസ്സേജ് ആയിരുന്നു കൊടുത്തവർക്ക്. ഇങ്ങനെ ഒരു കൂട്ടരും ഉണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ വിവിധമാകുന്ന താല്പര്യങ്ങൾക്ക് കർത്താവിനെ അനുഗമിച്ചവരുണ്ട്. പക്ഷെ ഇവരിൽ മിക്കവർക്കും കർത്താവിന്റെ യഥാർത്ഥ ഐഡന്റിറ്റിയും മിനിസ്ട്രിയെ കുറിച്ചുമുള്ള വേണ്ട നിലയിലുള്ള വെളിപ്പാട് അവർക്കില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പുരുഷാരമാണ് ഈ കാണുന്നത്. കർത്താവിനും വളരെ വ്യക്തമായിട്ട് അറിയാം, ഇവരിൽ പലർക്കും ആത്മീക കാര്യത്തെക്കാൾ ഭൗതിക കാര്യത്തിനാണ് ഇൻട്രസ്റ്റ് ഉള്ളത് എന്നത് കർത്താവിന് വ്യക്തമായിട്ട് അറിയാം. നമ്മള് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എല്ലാ മനുഷ്യരുടെ ഉള്ളു കർത്താവ് അറിഞ്ഞെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. നോക്കിയ 2-ാം അധ്യായത്തിന്റെ 23, 24, 25 വാക്യം. പെസഹ പെരുന്നാളിൽ യെരുശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശുവോ എല്ലാവരെയും അറിയുക കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. മനുഷ്യനുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കയാൽ തനിക്ക് മനുഷ്യനെ കുറിച്ച് യാതൊരുത്തന്റെയും സാക്ഷ്യം ആവശ്യം ആയിരുന്നില്ല. ഇവരെല്ലാം യേശുവിൽ വിശ്വസിച്ചു, പക്ഷെ യേശുവിന് അവരുടെ വിശ്വാസത്തിൽ വിശ്വാസമില്ല. അതെന്താ? മനുഷ്യൻ പുറമേ ഉള്ളതാണ് സഹോദരങ്ങളെ നോക്കുന്നത്, പക്ഷെ കർത്താവ് മനുഷ്യരുടെ ഉള്ളാണ് അറിയുന്നത്. നമ്മൾ ഈ പുരുഷാരമൊക്കെ വരുന്നു, ഇപ്പൊ നമ്മുടെ ഇടയിലും പുരുഷാരം ആടുന്നു, പാടുന്നു, തുള്ളുന്നു. ഇതൊക്കെ നമുക്ക് ആളുകളുടെ മുൻപിൽ നല്ല പ്രാർത്ഥനക്കാരി, നല്ല ആത്മീയൻ എന്നൊക്കെ പറയാം. പക്ഷെ ഇവരുടെയൊക്കെ ഉള്ളറിയാവുന്നവനാണ് കർത്താവ്. അപ്പൊ ആളുകൾ നിൽക്കുകയും തിരക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇവരിൽ നല്ല ശതമാനം ആളുകൾ സൂപ്പർഫിഷ്യൽ സ്പിരിച്വാലിറ്റിയാണ്, റിയൽ സ്പിരിച്വാലിറ്റി അല്ല എന്നുള്ളത് എക്കാലത്തും എവിടെയും കർത്താവിന് അറിയാമായിരുന്നു. ഇപ്പോഴ് ഈ പുരുഷാരം വന്നിരിക്കുന്നു, അതും ഇങ്ങനെയൊരു സന്ദർഭമാണ്. അപ്പൊ അത് നമ്മൾ എടുത്ത് മനസ്സിലാക്കണം. എന്നിട്ട് ഈ പുരുഷാരത്തോടാണ് കർത്താവ് തന്നെ അനുഗമിക്കുവാൻ കൊടുക്കേണ്ട വിലയെക്കുറിച്ച് കർത്താവ് പറയുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്, ജീസസ് ഈസ് നോട്ട് ഇംപ്രസ്ഡ് ബൈ ക്രൗഡ്സ്.
പക്ഷെ നമ്മൾ അങ്ങനല്ല, നമ്മൾ ഇംപ്രസ്ഡ് ആണ്. അവരുടെ സഭയിൽ എത്ര പേരുണ്ട്? 250 പേര്. ഓ, മറ്റിടത്തോടെ 550 പേര്. ഓ, എന്നാ പിന്നെ വലിയൊരു സംഭവമാണ്. നമുക്ക് ഇതൊക്കെ വലിയ സംഭവം. അപ്പൊ ഇത് ഞാൻ പറയുമ്പോൾ 250 പേര് വരലെന്നോ 550 വരലെന്നോ 1000 വരരുതെന്നോ അല്ല. ഈ നമ്പറിലല്ല കർത്താവ് തൃപ്തനാകുന്നത്. ക്വാളിറ്റി ഉള്ള ക്വാണ്ടിറ്റിയാണ് കാര്യം. അത് നമ്മൾ ഒക്കെ മനസ്സിലാക്കണം. ഇവിടെയാണ് പല ആളുകൾ കോംപ്രമൈസ് ചെയ്യുന്നത്. എന്താ, ഓ, നമ്മളിപ്പൊ അങ്ങനൊക്കെ പറഞ്ഞാലേ ആ കുടുംബത്തെ അങ്ങ് നഷ്ടപ്പെടും ബ്രദറെ, അതുകൊണ്ട് ഇതൊന്നും ഇപ്പൊ മിണ്ടാൻ പോകണ്ട, നമുക്ക് കൊണ്ടുവരാം. എന്നിട്ട് ഇങ്ങനെ ബ്രോയിലർ ചിക്കൻ പോലെ പയ്യെ പയ്യെ ഇവനെ തലോടി ഇങ്ങനെ ഇരിക്കും. അവരെ ജീവിതത്തിൽ കട്ടിയായ ഒരു കാര്യം എന്തെങ്കിലും, പ്രത്യേകിച്ച് നിങ്ങൾ ഗൾഫുകാരാ, എന്തെങ്കിലും ആഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വേറെ സംഭവം ഉണ്ട്, അവരങ്ങ് പോവും അല്ലേ? എന്തോ ചെയ്യുക. അതുകൊണ്ട് നമ്മളിങ്ങനെ പൊതിഞ്ഞ് സാരമില്ല എല്ലാം അങ്ങനെ സാരമില്ല മിനിസ്ട്രി, സാരമില്ല. ജീസസ് വാസ് നെവർ ലൈക്ക് ദാറ്റ്. You learn the scriptures or you read the scriptures all throughout the gospels. ജീസസ് എനിക്ക് അത്ഭുതമായി. ഈവൻ നമ്മള് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയാണ് 5 അപ്പവും 2 മീനും കൊണ്ട് കർത്താവ് ഈ ബ്രെഡ് മൾട്ടിപ്ലൈ ചെയ്ത് പുരുഷാരത്തെ പോഷിപ്പിക്കുന്നത്. 2-ാം ദിവസം ഭയങ്കര ആള്. ഒറ്റ നോട്ടത്തിലെ കർത്താവ് ഇടയിൽ നീ കുബൂസ് അടിക്കാൻ വന്നിരിക്കുക. ഞാൻ എന്റെ ഭാഷയെ പറഞ്ഞ കേട്ടോ. അവര് വന്നത് ജീസസ് ആരാന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല. ഇന്നലെ ഇഷ്ടം പോലെ മീനേം കുബൂസും ഒക്കെ കിട്ടി, നല്ലതായിരുന്നടാ. പിന്നെ ഇഷ്ടം പോലെ അത്ഭുതമൊക്കെ കണ്ടു. ഓ, വാട്ട് ആൻ അനോയിന്റിങ്, വിടുതൽ. പിന്നെ ഇന്ന് ചിലർ പറയുന്നല്ലോ ഫയർ അല്ലേ, വേറൊരു മണ്ഡലമായിരുന്നടാ. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു. ഒറ്റ നോട്ടത്തിലെ കർത്താവ് പറഞ്ഞു, പ്രത്യേകിച്ച് അതിന്റെ 6-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ, നശിച്ചു പോകുന്ന ആഹാരത്തിനായി അല്ല, ജീവനിലേക്ക് നയിക്കുന്ന ആഹാരത്തിന് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കണം. They were after the temporary stuff. ജീസസ് പറയാ, go after the permanent things. എന്നിട്ട് സെക്കൻഡ് ഡേയിൽ ജീസസ് അത്ഭുതം ചെയ്തില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ ആളുകൾക്ക് എല്ലാ ദിവസവും അത്ഭുതം ചെയ്തേ നോക്കുക. ഇനി കർത്താവ് തന്നില്ലേ പോലും നമ്മൾ ഒരു അത്ഭുതം അങ്ങ് ആവിഷ്കരിക്കും. എന്താ, പിന്നെ അവരെല്ലാം വന്നിരിക്കുകയല്ലേ, എന്തേലും ചെയ്യണ്ടേ? ജീസസ് വാസ് നെവർ ലൈക്ക് ദാറ്റ്. സെക്കൻഡ് ഡേ ഹി ഡിഡ് നോട്ട് ഡു എ മിറക്കിൾ. ഇൻഫാക്ട് ഒരു വലിയ ഡിസ്കോഴ്സ് ആണ്, ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും, എന്റെ മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന്റെ ഉള്ളിൽ ജീവനുണ്ട്. ഒടുക്കലത്തെ ദിവസം ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. കുറച്ചേരം കഴിയുമ്പോ അവര് പറയുക, ഇതിനല്ല ഞങ്ങൾ ദിസ് ഈസ് എ ഹാർഡ് സേയിങ്. ഇതാ അവര് പറഞ്ഞത്. അല്ലെ 6-ാം അധ്യായത്തിന്റെ 60-ാം വാക്യവും 6-ന്റെ 66-ഉം ചെക്ക് ചെയ്തു. എന്നിട്ട് ശിഷ്യന്മാരുൾപ്പെടെ thousands of people left Jesus on one day. ശിഷ്യന്മാരെന്ന് അവിടെ എഴുതിയിരിക്കുന്നത് not the 12, അല്ലാതെ കർത്താവിന്റെ പുറകെ പോകാൻ കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകൾ. Everyone left it. Only 12 of the disciples were remaining. 12 ശിഷ്യന്മാരുണ്ട്. നമ്മളായിരുന്നു എന്ത് ചെയ്തേന്? അങ്ങനെ ഒരു പാസ്റ്റർ ആയിരുന്നു. നമ്മൾ എന്ത് പറയുന്നത്? നമ്മള് പാസ്റ്റർ കുറച്ചുകൂടെ പരിജ്ഞാനത്തിൽ വേണം സംസാരിക്കാൻ. ഞാൻ എന്റെ ഓഫീസിലും എന്റെ ഹോസ്പിറ്റലും ഇതുവരെ പറഞ്ഞു ഞാൻ കൊണ്ടുവന്ന് ഇതൊക്കെ എത്ര അധ്വാനിച്ച വാർഷിക ഒറ്റ ദിവസം കൊണ്ട് എല്ലാരെയും പറപ്പിച്ചെന്ന് പറഞ്ഞു. ഇവരെല്ലാം പോകുന്ന കണ്ടോണ്ട് യേശു പറഞ്ഞില്ല, നിങ്ങളെല്ലാം മടങ്ങി വരണം. അതിന്റെ ഗ്രീക്ക് അങ്ങനല്ല, ഹീബ്രു അങ്ങനല്ല. എന്നിട്ട് അയവ് വരുത്തിയില്ല. യേശു ഇൻഫാക്ട് പറഞ്ഞെന്താണെന്നറിയാമോ? 12 പേര് നിൽക്കുന്ന കണ്ടിട്ടോ അവരോട് പറഞ്ഞു, നിങ്ങൾക്കും വേണേ പോകാമോ. അതിന്റെ അർത്ഥം എന്താ? There is no compromise in kingdom principles. അപ്പൊ അവിടെയാണ് പത്രോസ് പറയുന്നത്, അയ്യോ ഗുരു, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകും? നിത്യജീവന്റെ മൊഴികൾ നിന്നിലാണുള്ളത്. എന്നിട്ടും കർത്താവ് വിട്ടില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഒരുത്തം പിശാചാന്ന് പറഞ്ഞു. അയ്യോ,
ഈ വചനം കേട്ടേച്ച് ബാക്കി ഉള്ളവരോട് 11 ശിഷ്യന്മാർ they were still willing to follow Jesus. ഞാൻ ഈ പറഞ്ഞതിന്റെ താല്പര്യം, ക്രൗഡ് ഒരിക്കലും കർത്താവിനെ ഇംപ്രസ് ചെയ്തില്ല. ക്രൗഡ് വേണ്ടേ പാസ്റ്റർ എന്ന് ചോദിച്ചാൽ നല്ലതാ ക്രൗഡ്, എല്ലാവരും വരട്ടെ. വരുമ്പോൾ നിത്യജീവന്റെ മൊഴികൾ അവരെ പറഞ്ഞ് കേൾപ്പിക്കണം, ശിഷ്യത്വത്തിന്റെ പാഠം അവർക്ക് കൊടുക്കണം. അതാണ് യഥാർത്ഥ സ്നേഹമുള്ള ഇടയിൽ. അല്ലാതെ ചൊല്ലി പറഞ്ഞ് എടാ ഇവിടെ ഇക്കാമ എന്റെ തീരാൻ പോവുക, ആ ടെൻഷൻ, നാട്ടിലെ വീടിന്റെ അതിന്റെ ടെൻഷൻ, പിന്നെ വണ്ടിയുടെ CC-യുടെ ടെൻഷൻ, അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് കോവിഡ് എന്നും. ഇതിന്റെ നടക്ക് ഒരു വെള്ളിയാഴ്ച ഒന്ന് പോകുമ്പോ ആശ്വാസത്തിന്റെ ഒരു വചനം. എന്താണ് അമ്മാമ്മ ഉദ്ദേശിക്കുന്നത്? ന്യൂസിലൻഡിൽ പോകാനുള്ള വിസ കിട്ടുമെന്ന് പറയാം. ഇതാണ് നമ്മുടെ ഇടയിലെ ജനത്തിന്റെ പ്രതീക്ഷ. നിനക്കൊന്നും പറ്റത്തില്ല, നിനക്കൊരു കുഴപ്പവും പറ്റത്തില്ല. അത് ന്യൂസിലൻഡ് പോലെ ഉള്ള വിടുതൽ കാണുന്നു. ഇതൊക്കെ പറയുന്നത് നല്ല, അതിനെ കൈ അങ്ങടിക്കും. എന്തിനായി കൈയടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ എത്രയോ കൈയടികൾ നടന്നു അല്ലേ? What we are trying to do is emotionally we are trying to please the people. ഇതാണ് ഒരുപാട് ശുശ്രൂഷകർ ചെയ്യുന്നത്. പക്ഷെ ജീവിതത്തിൽ പ്രതികൂലം വന്നപ്പോൾ, ഇപ്പൊ ഒരു പ്രതികൂല സാഹചര്യത്തിലൂടെ ദൈവസഭ മാത്രമല്ല ലോകത്തിലുള്ള എല്ലാവരും കടന്നു പോവുകയാണ്. പീപ്പിൾ ആർ സ്ട്രെസ്ഡ് ഔട്ട്. എന്നെ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞു, I am stressed. He doesn't know what to do. എന്താ ഇതിന്റെ കാര്യം? ദൈവത്തിന്റെ വചനത്തിൽ നമ്മുടെ ഹൃദയം ഉറച്ചില്ല. കർത്താവുമായ യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നമ്മൾ ഉറച്ചില്ല. ഇനിയുമെങ്കിലും let us return to the real thing. നമ്മുടെ ഈ ഇമോഷണൽ ആയിട്ടുള്ള ചാർജിങ് പരിപാടികളൊക്കെ മാറ്റിവെച്ച്, ഞാൻ ചോദിക്കട്ടെ, ഈ ചാർജ് ഇവരൊക്കെ എന്ത് ചെയ്യും? ഇപ്പം ടെസ്റ്റുകളും ഈ ചാർജേഴ്സ് അല്ലെ, എന്ത്? അതിന് ഈ പാൻഡമിക് മാറണം, പിന്നെ എല്ലാവരും വരും. ജീസസ് ഒരിക്കലും അങ്ങനെ അല്ലായിരുന്നു. When he saw multitudes, he spoke about the kingdom of God. He spoke about discipleship. Not the real love. True love, because he cared for their souls. അവര് നഷ്ടപ്പെട്ടു പോകല്ലേ. ആണ് കർത്താവ് അവരോട് ഈ സത്യങ്ങൾ, കട്ടിയായ കാര്യങ്ങളാണെങ്കിലും അവരോട് ഈ സത്യങ്ങൾ കർത്താവ് പറയുന്നതായിട്ടാണ് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ഏറിയ പുരുഷാരൻ കർത്താവിന്റെ പുറകെ പോകുമ്പോൾ കർത്താവ് എന്താ, അവൻ തിരിഞ്ഞവരോട് പറഞ്ഞതെന്ന്. അവൻ തിരിഞ്ഞ്. അവൻ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊന്ന് ചിന്തിച്ച്, കർത്താവ് മുന്നേ നടക്കുകയാണ്, പുറകില് ഈ പുരുഷാര വലിയ ആയിരക്കണക്കിന് ആളുകൾ വരുമ്പോൾ അവൻ തിരിഞ്ഞെന്ന് പറയുമ്പോൾ, ഈ ടേൺ എന്ന് പറയുമ്പോൾ, he stopped the crowds in their tracks. അവരെല്ലോട് നിന്നപ്പോഴേ കർത്താവ് അവരോട് പറയുമ്പോൾ ഇതാണ്, കൂട്ടത്തിൽ പാട്ടുപാടാൻ എല്ലാവർക്കും കഴിയും. അതാണ് ഇതിന്റെ അർത്ഥം. എന്റെ പിന്നാലെ എന്നെ അനുഗമിക്കുന്നവനായി വരാൻ മനസ്സുണ്ടോ? മനസ്സുണ്ടെങ്കിൽ അതിന് വില കൊടുക്കണമെന്ന് കർത്താവ് പറയുന്നു. അതാണ് നമ്മളിവിടെ കാണുന്നത്. അവർ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്. ഇതിന് മുമ്പ് കർത്താവ് തിരിഞ്ഞത് ലൂക്കോസ് 9:54-55 ഈ വേദഭാഗത്തിൽ കർത്താവ് തിരിഞ്ഞതായിട്ട് കാണാൻ കഴിയും. ഇവിടെയാണ് പിന്നീട് തിരിഞ്ഞതായിട്ട് ഈ ജെറുസലേം ജേർണിയിൽ നമ്മൾ കാണും. എന്നിട്ട് തിരിഞ്ഞെന്താണ് കർത്താവ് പറയുന്നത്? 26-ാം വാക്യം, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെ കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. There is no compromise. അപ്പൊ ഇത്രയും നിങ്ങൾ ഗ്രഹിച്ചു എന്ന് ഞാൻ ചിന്തിക്കട്ടെ. കുറെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങാനായിട്ട് പോവുകയും, പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ കരുതി. കർത്താവ് ഫരീസേന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഈ പുരുഷാരൻ കർത്താവിനെ വെൽക്കം ചെയ്യുന്നു. കർത്താവ് മുന്നേ പോകുന്നു, പുരുഷാരൻ കർത്താവിന്റെ പുറകെ പോകുന്നു. സഡൻലി ജീസസ് ഇസ് ടേൺ ചെയ്ത് പറയുന്നത്,
അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവരെ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയും. യു ജസ്റ്റ് കാൻറ്റ് ബി മൈ ഡിസൈപ്പിൾ. യു ഹാവ് ടു ഹേറ്റ് യുവർ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് എന്നാണ് കർത്താവിനോട് പറയുന്നത്. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് തുടർന്നുള്ള സമയത്ത് നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് വളരെ നിങ്ങളുടെ അറ്റൻഷൻ നിങ്ങൾ തരണം എന്ന് ഞാൻ വിശേഷാൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് പറയുന്നത് എന്റെ അടുക്കൽ വരികയും, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വേദശാസ്ത്രപരമായി തിയോളജിക്കലി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ് ആ 26th വേഴ്സിന്റെ ആദ്യത്തെ പ്രയോഗം, എന്റെ അരിക്കൽ വരിക എന്ന് പറയുന്ന ആ പ്രയോഗത്തിൽ നിന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ആ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പിനെ ഒന്ന് വിവരിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിപ്പാനുള്ള ആഹ്വാനമാണ് എന്റെ അടുക്കൽ വരികയും. എന്നിട്ട് ഈ നമ്മൾ കർത്താവിന്റെ അടുക്കൽ വന്ന് കർത്താവിൽ വിശ്വസിച്ചു, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, ആത്മരക്ഷയ്ക്ക് കർത്താവിനെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു വില കൊടുത്തേ നോക്കൂ. അതാണ് പിന്നീട് സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പൊ അത് ഞാൻ കാണിക്കാൻ 27ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് അത് കഴിഞ്ഞ് നമുക്ക് 26ാം വാക്യത്തിൽ വരാം. നോക്കിയേ, 26ഉം 27ഉം വാക്യങ്ങൾ തമ്മിലുള്ള ബന്ധം. 26ലാണ് എന്റെ അടുക്കൽ വരികയും, 27ൽ തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവൻ. അപ്പൊ രണ്ടും കണ്ടോ, ഒന്ന് എന്റെ അരികിൽ വരണം, മറ്റേത് എന്റെ പിന്നാലെ വരണം. ഇതാണ് വേദശാസ്ത്രപരമായി ജസ്റ്റിഫിക്കേഷനും സാങ്ക്ടിഫിക്കേഷനും. കർത്താവിന്റെ അടുക്കൽ ആത്മരക്ഷയ്ക്ക് വരുമ്പോൾ സൗജന്യമായി എന്നെ നീതീകരിക്കുന്നു. പക്ഷെ രക്ഷിക്കപ്പെട്ടവന് പ്രവൃത്തി വേണം. പ്രവൃത്തിയാലാണോ രക്ഷ? അല്ല. രക്ഷിക്കപ്പെട്ടോ? യോ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു 1993 ആഹാ, രക്ഷിക്കപ്പെട്ടവൻ കർത്താവിന്റെ പുറകെയാ പോകേണ്ടത്. ഈ ബാലൻസ് നമ്മൾ മനസ്സിലാക്കണം. കൃപയാലാണ് രക്ഷ, ആത്മരക്ഷ കൃപയാലാണ്. ആത്മരക്ഷ സൗജന്യമായിട്ടാണ്. ആത്മരക്ഷ നമ്മുടെ ആരുടെയും പ്രവർത്തികൾ കൊണ്ടല്ല. പക്ഷെ തീരുമാനം എടുത്തു കഴിഞ്ഞോ? ഹാവ് യു ട്രസ്റ്റഡ് ജീസസ്? Have you surrendered your life to Jesus? Then you have to go the way of discipleship. എന്റെ പിന്നാലെ വരിക. ഞാൻ ഡിസൈപ്പിൾ എന്ന വാക്ക് പിന്നീട് വിശദീകരിക്കാം. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 7ാം അധ്യായത്തിന്റെ 13-14 വാക്യം ശ്രദ്ധിച്ചാൽ, ഗിരിപ്രഭാഷണത്തിന്റെ അവസാനം കർത്താവ് അവിടെ ഒരു ആഹ്വാനം കൊടുക്കുകയാണ്. ഗിരിപ്രഭാഷണത്തിന്റെ അവസാനം ഒരു കൺക്ലൂഷൻ കർത്താവ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. മത്തായിയുടെ സുവിശേഷം 7ാം അധ്യായത്തിന്റെ 13-14 വാക്യത്തിൽ, ജീവങ്കലേക്ക് പോകുന്ന വഴി ഇടുക്കവും ഞെരുക്കവും ഉള്ളത്, പക്ഷെ അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണെന്നാണ് 14ാം വാക്യത്തിൽ പറയുന്നത്. അപ്പം അത് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനല്ല. ഈ ഞെരുക്കമുള്ള വഴി എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ ശിഷ്യത്വത്തിന്റെ വഴി. പക്ഷെ ഈ ശിഷ്യത്വത്തിന്റെ ക്രിസ്ത്യൻ ലൈഫിന് ദർ ഈസ് എ ബിഗിനിങ്. അതാണ് വാതിലൂടെ കടക്കുക എന്ന് പറയുന്നത്. വാതിലാരാണ്? ജോൺ 10:7, ജോൺ 10:9. ജീസസ് പറയുന്നത്, ഞാനാണ് ആടുകളുടെ വാതിൽ. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അപ്പൊ രക്ഷിക്കപ്പെടുന്ന അനുഭവമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ തുടക്കമെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയും നമ്മൾ അതാണ് കാണുന്നത്. എന്റെ അരികിൽ വരിക. അരികിൽ വരുന്നവൻ 27ാമത്തെ വാക്യത്തിൽ എന്റെ പിന്നാലെ വരണം. ഇത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ആദ്യം ഇത് ശിഷ്യത്വം എന്റെ പൊന്നെ, ഇതെല്ലാം അനുസരിച്ചാണോ രക്ഷിക്കപ്പെടുന്നത്? രക്ഷിക്കപ്പെടാൻ എന്നെ കർത്താവ് ജസ്റ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ നീതീകരിക്കാൻ ആരുടെ ഒരു പ്രവൃത്തി വേണ്ട. നമ്മുടെ എല്ലാം പ്രവൃത്തി ദൈവസന്നിധിയിൽ കറപുരണ്ട തുണി പോലെ ഉള്ളൂ. പക്ഷെ ഞാൻ കർത്താവിന്റെ ക്രൂശ് മരണത്തിൽ ആശ്രയിച്ച് നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് പ്രവർത്തനം വേണം. പ്രവർത്തനമാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. ആ പ്രവർത്തനം എന്താണ്?
ദാറ്റ് ഈസ് ദ വേ ഓഫ് ട്രൂ ഡിസൈപ്പിൾഷിപ്പ്. യേശുവിനെ അനുഗമിക്കുക എന്നുള്ളത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ്. അല്ലെങ്കിൽ പെട്ടെന്ന് ആളുകൾ ഓർക്കുക, ഇൻ സം പ്ലേസസ് അവിടെ പറയുന്നു നോ ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, രക്ഷിക്കപ്പെടുന്ന സൗജന്യമാണെന്ന് പറയുന്നു. ഇപ്പൊ ഈ പുള്ളി പറയുന്നു നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിച്ചേലേ ഒക്കുള്ളൂ. അതിന്റെ തുടക്കവും തുടർമാനവും തമ്മിലുള്ള വ്യത്യാസമാണ്. തുടക്കം രക്ഷയുടെ അനുഭവം എന്ന് പറയുന്നത് കൃപയാ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ രക്ഷിക്കപ്പെട്ടവർക്ക് കർത്താവ് ഒരു വഴി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് കർത്താവിനെ അനുഗമിക്കുക എന്നുള്ളതാണ്. അതാണ് ശരിക്കും ശിഷ്യത്വം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമ്മൾ ആ 26-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി നമുക്ക് വരാം. 14-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. എന്റെ അടുക്കൽ വരികയും എന്നിട്ടാണ് അപ്പനെയും അമ്മയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 26, 27, 33 ഈ വചനങ്ങളിൽ ശിഷ്യൻ എന്ന വാക്ക് 3 വട്ടം ആവർത്തിച്ചിട്ടുണ്ടതിൽ ആദ്യത്തെ തവണ ഇവിടെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ശിഷ്യൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഏതായാലും ഇത് ശിഷ്യത്വത്തിന്റെ ക്ലാസ് ആണ്. എന്താ ഈ വാക്കിന്റെ അർത്ഥം? ഡിസൈപ്പിൾ, മഥീറ്റേസ് എന്ന പ്രയോഗമാണ് മൂലഭാഷ ഗ്രീക്കിൽ. അർത്ഥം ലേണർ അല്ലെങ്കിൽ സ്റ്റുഡന്റ്, പഠിക്കുന്നവൻ. അപ്പൊ കർത്താവിന്റെ പ്രസംഗങ്ങളും പഠിപ്പിക്കലുകളും മനസ്സിലാക്കി ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നയാൾ. കുറച്ചുകൂടെ പറഞ്ഞാൽ യേശുവിന്റെ ജീവിത ശൈലി തിരുവെഴുത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതും ഉൾക്കൊണ്ട് അതും പ്രായോഗികമാക്കുന്നയാൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? യേശുവിനെ അനുഗമിക്കുന്നയാൾ, എ ഫോളോവർ ഓഫ് ജീസസ്. യേശു നടന്നതുപോലെ ജീവിതത്തിൽ യേശുവിന്റെ മാർഗം കോപ്പി ചെയ്ത് യേശു നടന്നതുപോലെ ലോകത്തിൽ നടക്കുവാനായി ആത്മാവിന്റെ നടത്തിപ്പിൽ നിൽക്കുന്നയാൾ, ഈ ലൈഫിന് വേണ്ടി സറണ്ടർ ചെയ്തിരിക്കുന്നയാൾ. ഇതാണ് ശരിക്കും ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ശരിക്കും ഒരു ശിഷ്യൻ എന്ന് പറയുന്നത് ഹീസ് സോൾഡ് ഔട്ട് ഫോർ ക്രൈസ്റ്റ്, ടോട്ടലി സറണ്ടർഡ് ടു ക്രൈസ്റ്റ്. രക്ഷിക്കപ്പെട്ട എല്ലാവരും മനസ്സിലാക്കണം, യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതാ ലൈഫ്. പിന്നെ എന്റെ ഹിതമെന്ന് പറയുന്ന ഒരു ഹിതമില്ല. ഞാൻ കർത്താവിന് എന്നെ തന്നെ സമ്പൂർണമായി ഏൽപ്പിച്ചു. ഈ കൊടുക്കേണ്ട വില മനസ്സിലാക്കിയിട്ടാണ് ഞാൻ കർത്താവിന്റെ പുറകെ കാല് വെക്കാൻ. അതാണ് 28 മുതലുള്ള വചനങ്ങളിൽ കർത്താവ് 2 ഉപമകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അത് പിന്നീട് നമുക്ക് നോക്കാം. ശിഷ്യൻ എന്ന വാക്ക് യേശുവിന്റെ അനുയായികളെ എല്ലാം ശിഷ്യന്മാരെന്നാണ് സംബോധന ചെയ്യുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ അപ്പോസ്തോല പ്രവൃത്തി എന്ന ചരിത്ര പുസ്തകം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ആക്ട്സ് ഓഫ് ദി അപ്പോസ്തോൽ ആണ് ആദ്യ നൂറ്റാണ്ടിലെ ദൈവസഭയുടെ 30 വർഷത്തെ ചരിത്രം. പ്രധാനപ്പെട്ട ടെർമിനോളജി വിശ്വാസികളെ വിളിക്കുന്നത് ഡിസൈപ്പിൾ എന്നാണ്. ഇൻഫാക്ട് അപ്പോസ്തോല പ്രവൃത്തി 11-ന്റെ 25-26 ശിഷ്യന്മാരെയാണ് അന്ത്യോക്യയിൽ വെച്ച് ആദ്യം ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചത്. ശരിക്കും ക്രിസ്ത്യാനികൾ എന്ന വാക്ക് കളിയാക്കി വിളിച്ചതാണ്. അതാണ് പിൻകാലങ്ങളിൽ ഈ ബിലീവേഴ്സിന് ആ നിലയിൽ ഒരു പേരാണ് പിന്നീട് അത് ആവർത്തിച്ച് വിളിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. അപ്പൊ ഇതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആക്ട്സ് 11:26 26-ന്റെ 28 ഒക്കെ നമുക്ക് അത് കാണുവാനായിട്ട് കഴിയും. ഇതുപോലെ ദൈവസഭയായിട്ട് നമ്മൾ ഇത് ശ്രദ്ധിക്കുമ്പോൾ ഒരു പ്രധാന കാര്യം മനസ്സിലാക്കണം. നമ്മളിപ്പോ ചിന്തിക്കുന്നത് ശിഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥമാണ്. കാരണം 3 വട്ടം ഈ വാക്കാണ് നമ്മൾ ധ്യാനിക്കാൻ എടുത്ത പാസേജിൽ കർത്താവ് തന്നെ ആവർത്തിച്ച് പറയുന്നത്. അപ്പൊ ആ വാക്കിന്റെ ലളിത അർത്ഥം കർത്താവിന്റെ പിന്നാലെ പോകാൻ സമർപ്പിക്കപ്പെട്ടവൻ. കർത്താവ് 3 കാര്യം പറഞ്ഞിട്ട് പറയാണ്, ഈ 3 വില നിങ്ങൾക്ക് കൊടുക്കാൻ ഒക്കത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ അനുയായി ആയിരിക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ
പുരുഷാരമെല്ലാം കൂടെ ചുമ്മാ എന്റെ പുറകെ നടന്നിട്ടൊന്നും കാര്യമില്ല. എന്റേതാകണമെങ്കിൽ, എന്റെ ശിഷ്യരാകണമെങ്കിൽ, ശരിക്കും എന്റെ അനുയായി ആകണമെങ്കിൽ ദിസ് ഇസ് ദ കോസ്റ്റ് യു ഹാവ് ടു പേ. അപ്പൊ ശിഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം കർത്താവിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന, കർത്താവിനെ പോലെ ജീവിക്കാൻ ഏൽപ്പിക്കപ്പെടുന്ന, സമർപ്പിക്കപ്പെടുന്ന ഫോളോവേഴ്സിനെയാണ് കർത്താവ് ശിഷ്യൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രത്യേകിച്ച് കർത്താവ് അവിടുത്തെ പരസ്യ ശുശ്രൂഷയിൽ ആളുകളെ എല്ലാം വിളിക്കുമ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? കം ഫോളോ മീ, എന്നെ അനുഗമിക്കാന്ന് എന്ന് പറഞ്ഞാൽ എന്റെ ജീവിത ശൈലി കോപ്പി ചെയ്യുക. അതിന് സമർപ്പിച്ചയാളാണ് എന്റെ അരികിൽ വരുന്ന ആൾ. അരികിൽ വന്നവൻ പുറകെ പോകാൻ സമർപ്പിക്കപ്പെടണം, പുറകെ പോകേണ്ടവനാണ്. ഇതാണ് നമ്മൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് അശിഷ്യൻ എന്ന വാക്ക്. ഇതിന്റെ പ്രാധാന്യത മനസ്സിലാക്കാൻ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട് മഹാനിയോഗം. കർത്താവായ യേശുക്രിസ്തു മഹാനിയോഗം, കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി മരിച്ചടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞ കുറെ കാര്യമുണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് എന്തൊക്കെയാണ് പറഞ്ഞത്? മാർക്കോസിന്റെ സുവിശേഷം 16:15-16, മത്തായി 28, 19-20, ലൂക്കോസ് 24:45 മുതൽ 49 വരെ, യോഹന്നാൻ 20 അതിന്റെ 21-ാം വാക്യം, അപ്പോസ്തല പ്രവൃത്തി 1:4, 5, 8 ഈ വാക്യം. ഇവിടെ എല്ലാം ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ്. അതില് മർക്കോസ് പറയുന്നത്, നിങ്ങൾ ഭൂമിയിൽ ഒക്കെയും പോയി സകല സൃഷ്ടിയോടും എന്ത് പറയണം? സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധി അകപ്പെടും. പക്ഷെ മത്തായി എഴുതുമ്പോൾ വേറെ കാര്യങ്ങൾ പറയുന്നു. മത്തായിയുടെ സുവിശേഷം 28:19-20 വാക്യം ഒന്ന് വായിക്കാമോ? അല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും, 20-ാം വാക്യം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടി ഉണ്ട് എന്ന് അരുളി ചെയ്തു. അപ്പൊ മർക്കോസ് പറയുമ്പോഴേ നിങ്ങൾ എല്ലായിടത്തും പോയി പ്രസംഗിക്കണം, സുവിശേഷം വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം, ഇത്രയേ ഉള്ളൂ. പക്ഷെ മത്തായി പറയുമ്പോൾ സ്നാനപ്പെടുത്തിയാൽ മാത്രം പോരാ, ഞാൻ കൽപ്പിച്ച ഒത്തിരി കാര്യമുണ്ട്, അത് മുഴുവൻ ഇവരെ പഠിപ്പിച്ച് എന്റെ ശിഷ്യരാക്കണം, അല്ലെ എന്റെ അനുയായി ആക്കണം എന്ന് പറഞ്ഞാൽ ഈ പഠിപ്പിക്കുന്ന കാര്യമെല്ലാം പ്രായോഗികമാക്കത്തക്കണം കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. ഇതാണ് ഒരു സഭയുടെ ദൗത്യം. സുവിശേഷം പറഞ്ഞ ആളുകളെ അകത്തു കൊണ്ടുവരുന്നു, അകത്തു കൊണ്ടുവരുന്നവരെ കർത്താവിന്റെ കൽപ്പന മുഴുവനും പഠിപ്പിക്കണം. ഈ കൽപ്പന എന്ന് പറയുമ്പോൾ നമുക്ക് ആ കൂടെ ഒരു കൽപ്പന അറിയത്തുള്ളൂ. നമ്മൾ തന്നെ ആളുകളോട് പറയുന്നത് എന്താ? ബ്രദറെ, കൽപ്പന അനുസരിച്ചിട്ടുണ്ടോ? സിസ്റ്റർ കൽപ്പന അനുസരിച്ചിട്ടുണ്ടോ? അവർ പിന്നെ 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 ഞാൻ 2012 സെപ്റ്റംബർ മാസം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചത്? നിങ്ങൾ പറഞ്ഞേ. സ്നാനപ്പെട്ടു വന്ന നമുക്കറിയാവുന്ന ആ കൂടെ ഒരു കൽപ്പനയുണ്ട്, സ്നാനപ്പെടുക. അത് കൽപ്പനയാ, സമ്മതിച്ചു. ഞാൻ പറയട്ടെ, യേശു പറഞ്ഞ എന്ത് കാര്യമുണ്ട് കൽപ്പന അല്ലാത്ത? എന്തെങ്കിലും യേശു പറഞ്ഞിട്ട് പറഞ്ഞു പിന്നെ അത് ഞാൻ വെറുതെ പറഞ്ഞതേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? യേശു പറഞ്ഞ മുഴുവൻ കൽപ്പനയാണ്. ശരിക്കും രക്ഷിക്കപ്പെട്ട ആളുകൾ സഭയിൽ വരുമ്പോൾ സഭയുടെ ഉത്തരവാദിത്തമാണ് ഇത് മുഴുവൻ പഠിപ്പിക്കാന്നുള്ളത്. എന്തിനാ? ചുമ്മാ നോട്ട് എഴുതിയെടുക്കാനല്ല, ഇത് ജീവിതത്തിൽ അവർ പ്രായോഗികമാക്കണം. അപ്പം ഒറ്റ വാക്കിൽ പറയാം, വാട്ട് ഈസ് ദ ഗോൾ ഓഫ് ദ ചർച്ച്? സഭയുടെ ലക്ഷ്യം എന്താ? ഒറ്റ വാക്കിൽ പറയാം, ശിഷ്യരെ ഉളവാക്കുക എന്നുള്ളതാണ്. ശിഷ്യന്റെ ലക്ഷ്യം എന്താ? യേശുവിനെ പോലെ ആകുക എന്നുള്ളത്. കാരണം ഈ പഠിപ്പിക്കുന്ന കൽപ്പനയല്ല അതാണ്, യേശുവിനെ പോലെ ആകുക. ഞാൻ നിങ്ങളുടെ ചർച്ചിനോട് ചോദിക്കുന്നു, നിങ്ങൾ ഈ കാര്യത്തിൽ വിശ്വസ്തരായിരുന്നിട്ടുണ്ടോ? ഹാവ് യു taught everything that the Lord has taught his disciples? എത്ര കൽപ്പന ഉണ്ടെന്ന് പോലും നമ്മുടെ ആളുകൾക്ക് അറിയില്ല. പണ്ടൊരിക്കലും ഒരു സായിപ്പ് ഇത് എണ്ണാൻ തുടങ്ങി.
ജോൺ പൈപ്പർ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ സായിപ്പ്, പുള്ളിയെ ഈ വാക്യം മത്തായി 28:19 പുള്ളി സഭയെ അവധിയെടുത്തു. അവധിയെടുത്തിരുന്ന് യേശു പഠിപ്പിച്ച കൽപ്പനയെല്ലാം വേണ്ടാന്ന് പറഞ്ഞു. അയ്യോ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ വാക്കുകൾ. അദ്ദേഹം പറഞ്ഞ 500-ൽ പരം കൽപ്പനയുണ്ടെന്ന്. നമ്മൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഷോക്കാ. എന്റെ പൊന്നെ, നമ്മൾ ആ കൂടെ സ്നാനമായിട്ടിരിക്കുക ഇവിടെ. ഇതാണ് ഇന്നത്തെ സഭകൾക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം. വടക്കേ ഇന്ത്യ മുതൽ, ഇപ്പൊ ഞാൻ ജോൺ പൈപ്പറിന്റെ ഒരു കൊട്ടേഷൻ പറഞ്ഞതുള്ളൂ. 500 ആണോ 400 ആണോ 700 ആണോ എനിക്കറിയില്ല. ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് പറഞ്ഞത് മുഴുവനും അനുസരിക്കാനുള്ളതാണ്. പക്ഷെ എന്റെ പോയിന്റ് ഇതാണ്, എത്ര ചർച്ചസ് ആണ് ഇത് ഫെയ്ത്ത്ഫുൾ ആയിട്ട് പഠിപ്പിച്ചത്? എത്ര ദൈവദാസന്മാർ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്? വടക്കേ ഇന്ത്യയിൽ സുവിശേഷീകരണം ഇന്ത്യ മുഴുവൻ ഇപ്പൊ രക്ഷിക്കപ്പെടാൻ പോകുന്നു. നല്ല കാര്യം, നല്ല കാര്യം. ഞാൻ വടക്കേ ഇന്ത്യയിൽ പോയിട്ടുണ്ട്. അവിടുത്തെ ആപ്തവാക്യം പ്രഭു യേശു ചങ്കാക്കരയുക എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കും. അവിടെ സൗഖ്യമാകുന്നുമുണ്ട്, നമ്മളെല്ലാരും വിശ്വസിക്കുന്നു. അപ്പൊ ഇതേ ഉള്ള സുവിശേഷം 10 വർഷം കഴിഞ്ഞിട്ട് ആ ചർച്ചിൽ ചെന്നാലും ഇതാണ് പ്രഭു യേശു ചങ്കാക്കരയുക. യേശു പറഞ്ഞത് എന്താ? ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറയാൻ, ഞാൻ കൽപ്പിച്ചത് മുഴുവനും ഈ പുതിയ കൺവേർട്സിനെ പഠിപ്പിച്ച് എന്റെ ശിഷ്യരാക്കണം. ശിഷ്യരാക്കുക എന്നുള്ളതാണ് അവിടുത്തെ കൽപ്പന. നമ്മൾ സ്നാനപ്പെടുന്നതിന് മുമ്പ് വായിക്കുന്ന 2 വാക്യമായിരുന്നു. പക്ഷെ ആക്ച്വലി വാട്ട് ഈസ് ദ കമാൻഡ്മെന്റ്? അതിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ക്രിയാപദം എന്ന് പറയുന്നത് മേക്ക് ഡിസൈപ്പിൾ എന്നുള്ളതാണ്, ശിഷ്യരാക്കുക എന്നുള്ളതാണ്. അവിടെയാണ് ഇന്നത്തെ ദൈവസഭകൾ ലാഘവമായി എണ്ണി പലരും ഈ കാര്യം ചെയ്യാതിരിക്കുന്നത്. നിങ്ങൾ അതിനൊന്ന് ചിന്തിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുക. ഇതിപ്പോ എങ്ങനെ 1 വർഷം പല ഭാഷമാർ 1 വർഷം അല്ലെ 2 വർഷം, 3-ാം വർഷമാണെങ്കിൽ നമ്മൾ കെട്ടിക്കും. അങ്ങനെ എവിടെ പഠിപ്പിക്കും, എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം? ജനവും വേറെ അവർക്ക് ഈ ജാതകമൊന്നുമല്ല. ഓക്കെ, ഇവിടെ അല്ലെങ്കിൽ വേറെ എടുത്ത് അവരിങ്ങനെ, ഏതാ നിങ്ങളുടെ ചർച്ച്? അത് ഇതാണ്. ഇവിടെ ഇപ്പൊ ഇച്ചിരി കട്ടിയായിട്ട് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? ഇങ്ങനെ ആത്മീക ഗോളം കുഴഞ്ഞു കിടക്കുകയാണ്. അനേക ഇടയന്മാർ അവരവരുടെ പണിയല്ല ചെയ്യുന്നു. പ്രത്യേകിച്ചും ഇടയൻ ശുശ്രൂഷ പറയുന്നത് വളരെ കൃത്യമായിട്ട് ദൈവവചനം പഠിപ്പിച്ചിരിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും ഉപദേശം. അവിടെ മർക്കോസിൽ പറയുന്നത് പ്രസംഗിക്കാനാണ്, ഇവിടെ പറയുന്നത് ടീച്ച് ചെയ്യണം. എന്നിട്ട് ഈ പുതിയ കൺവേർട്സിനെ എന്റെ ശിഷ്യരാക്കണം. നമ്മളിപ്പോ സംസാരിക്കുന്നത് വാട്ട് ഈസ് ഡിസൈപ്പിൾഷിപ്പ്. എത്ര ഗൗരവമുള്ള കാര്യമാണ്. നമ്മളെല്ലാം ഈ ഇവാഞ്ചലിസത്തിന് വളരെ ആവേശമുള്ളവരാണ്. അങ്ങനെ വേണം താനും. നമ്മുടെ ഹോസ്പിറ്റലിലുള്ളവരോട് സുവിശേഷം പറയുന്നു, അല്ലെ വീട്ടിൽ വരുന്നവരോട്, അല്ലെ നമ്മൾ എവിടെയെങ്കിലും പോയി ട്രാക്ട് കൊടുക്കുന്നു, സുവിശേഷം പറയുന്നു. ഇറ്റ്സ് ഓൾ ഫൈൻ, അത് ചെയ്യണം. പക്ഷേ അത് മാത്രമല്ല ഗ്രേറ്റ് കമ്മീഷൻ. സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെടുന്നവരെ ദൈവവചനം പറഞ്ഞ് സംഘടനയുടെ അനുയായി അല്ല, യേശുവിന്റെ അനുയായിയാക്കി മാറ്റണം. യേശുവിന്റെ ഫോളോവർ ആകണം. അവന്റെ അകത്ത് മുഴുവൻ എനിക്ക് യേശുവിനെ പോലെ ആകാനാ ഞാൻ രക്ഷിക്കപ്പെട്ടത്, ഞാൻ അവന്റെ അടുക്കൽ വന്നത് അവന്റെ പിറകെ പോകാനാണെന്നുള്ള ബോധ്യം അവന്റെ ഉള്ളത്തിൽ അരക്കിട്ട്. ഇതാണ് ചർച്ച ചെയ്യേണ്ടത്. ചർച്ച് ഇതിന്റെ ട്രെയിനിങ് ഗ്രൗണ്ടാണ്. നമ്മൾ ഒരുപക്ഷെ അങ്ങനെ ചെയ്യുന്നവരായിരിക്കാം. എന്നാൽ എവിടെയെങ്കിലും നമുക്ക് അവരിൽ വീഴ്ച വന്നെങ്കിൽ ഈ ഒരു കോവിഡ് കാലത്തിൽ നിങ്ങൾ ഈ മെസ്സേജുകളിലൂടെയൊക്കെ നിങ്ങളുടെ ഹൃദയത്തെ കർത്താവ് സ്റ്റെറപ്പ് ചെയ്യട്ടെ. വി ഓൾ മേക്ക് മിസ്റ്റേക്ക്. നമ്മളെല്ലാവരും മിസ് ചെയ്യുന്നതാണ്. അല്ല, നമ്മളാരും ഈ പറയുന്നത് ഞാൻ അങ്ങ് പൂർണ്ണനാണ്, ഒരിക്കലുമല്ല. പക്ഷെ മിസ്റ്റേക്സിനെ കണ്ടുണർന്ന് നമ്മളത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ്. ചില കാര്യങ്ങൾ നമ്മൾ അത്രയും സീരിയസ് ആയിട്ട് എണ്ണി കാണത്തില്ല. ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ഇഗ്നോറൻസ്, അറിയത്തില്ലായിരിക്കാം. കാര്യം മനസ്സിലാകുമ്പോൾ പിന്നെയും നമ്മൾ കണ്ടില്ലപ്പെട്ടും കേട്ടില്ലപ്പെട്ടും ഇരിക്കരുത്. നമ്മൾ സടകുടഞ്ഞ് എഴുന്നേൽക്കണം. എനിക്കിത് മനസ്സിലാകാഞ്ഞൊരു കാലഘട്ടമുണ്ട്. ഞാൻ അന്ന് ഞാൻ ചിന്തിച്ചതുപോലെ ഞാൻ ശുശ്രൂഷിച്ചു. പക്ഷെ കാര്യം ബോധ്യമായപ്പോൾ മുതൽ
കൃത്യമായിട്ടും ദൈവത്തിന്റെ വചനം, കർത്താവ് എളിയവനായി എനിക്ക് തരുന്ന കൃപയ്ക്കനുസരിച്ച് ഐ എം ട്രൈങ് ടു ടീച്ച് അവർ ചർച്ച്. അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇത് ശിഷ്യൻ എന്ന വാക്ക് പറഞ്ഞത് കൊണ്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയില് ഈ കാര്യം കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, സാൽവേഷന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. രക്ഷിക്കപ്പെട്ടവരാണ് ഈ നിലയിൽ നമ്മൾ ചെയ്യേണ്ടത്. നമുക്കറിയാവുന്ന ഒരു വാക്യമാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പൊ കർത്താവേ കർത്താവേ, ഞാൻ യേശുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലാണ്, യേശു എന്റെ ലോഡാണെന്ന് ഞാൻ ഏറ്റു പറഞ്ഞേച്ച് എന്റെ ജീവിതം അതിന് ഒത്തതല്ലെങ്കിൽ അതൊരു ട്രൂ ഡിസൈപ്പിൾ അല്ല, അവൻ ഫ്രോഡാണ്. എന്നാ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞ് യഥാർത്ഥമായി യേശുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിൽ നിൽക്കുന്നതാണ് ട്രൂ ഡിസൈപ്പിൾഷിപ്പ്. ഇതുപോലൊരു വാക്കാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായ എന്റെ ശിഷ്യന്മാർ. അത് കണ്ടോ നിങ്ങൾ? വാസ്തവമായ ശിഷ്യൻ എന്ന് പറയണമെങ്കിൽ അതിനർത്ഥം എന്താ? വാസ്തവമല്ലാത്ത ശിഷ്യനുണ്ട്, ട്രൂ ഡിസൈപ്പിൾ ഉണ്ടെങ്കിൽ ഫ്രോഡും ഉണ്ട്. ആരാ ട്രൂ ഡിസൈപ്പിൾ? വിശ്വസിച്ച പോരാ, വിശ്വസിച്ച് എന്റെ വചനത്തിൽ നിലനിൽക്കുന്നവൻ. അപ്പൊ വചനത്തിൽ നിലനിൽക്കാൻ ആദ്യത്തെ കാൽവയ്പാണ് വിശ്വസിക്കുക എന്നുള്ളത്. കർത്താവിൽ ആശ്രയിച്ചു, കർത്താവിൽ വിശ്വസിച്ചു. അപ്പൊ ഈ കാര്യത്തിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഒരിക്കലും പാടില്ല. അപ്പൊ കർത്താവിൽ വിശ്വസിച്ചു വരുന്നവർക്ക് ഒരു ദൗത്യമുണ്ട് എന്നുള്ളത്. ഇവിടെയാണ് ഈ കാലഘട്ടത്തിലെ കണ്ടംപററി ഇവാഞ്ചലിസത്തിന്റെ വലിയ ഡിസെപ്ഷൻ നമ്മൾ കാണുന്നത്. എന്തൊക്കെയാ നടക്കുന്നത്? നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ അതൊന്നും കാണത്തില്ല. യൂത്ത് മീറ്റിംഗ്, പിന്നെ വലിയ മീറ്റിംഗ്, സെമിനാറ്, ഗായക സംഘം വന്നു, റോക്ക് മ്യൂസിക്, റാപ്പ് മ്യൂസിക്, ഇതിനിടയ്ക്കൂടെ ബൾബുകൾ, ലൈറ്റുകൾ എല്ലാം കൂടെ കത്തുന്നു, ഇതിനിടയ്ക്കൂടെ പുക വരുന്നു. നമ്മളവർക്ക് എന്തിനാണ് പുക വരുന്നത്? അതൊക്കെയാണ് സുവിശേഷീകരണം, ആളുകളെ ഇമ്പാക്ട് ചെയ്യുക. ഇതാണ് കണ്ടംപററി ഇവാഞ്ചലിസം ചെയ്തത്. ഇങ്ങനെ സാധുക്കളായ ആളുകളെ വശീകരിച്ച് അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാതെ ഇങ്ങനെയുള്ള കുറെ ഹൈപ്പുകളിൽ ആളുകളെ കൊണ്ടുവരിക. ഞങ്ങൾ പ്രാർത്ഥിക്കാം, വിസയുടെ കാര്യമെല്ലാം ഓക്കെ, ആ കടപ്പാരെല്ലാം കണ്ടോ ഇന്നത്തെ മീറ്റിംഗ് നോക്കാം, അവിടെ ഭയങ്കര സംഭവങ്ങളൊക്കെ ആയി എല്ലാം ഉണ്ട്. പിന്നെ വിദേശ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അന്ന് ഇത് കഴിഞ്ഞ ഒരു ഫുഡും കാര്യങ്ങളും അങ്ങനെ എല്ലാം. പുതിയൊരാളെ കിട്ടുമ്പോൾ നമുക്കറിയാമല്ലോ, അങ്ങ് പൊതി ഇവനെ ആളുകള്. അവൻ ആ സ്നേഹത്തിൽ വിയർപ്പ് മുട്ടി അടുത്ത യോഗത്തിൽ അവൻ എന്ത് ചെയ്യും? വരും. അങ്ങനെ അവനെ നല്ല സൂപ്പർ ഒരു ബെന്തിക്കോസുകാരൻ നമ്മളാക്കും. പക്ഷെ ഇവനോട് കാര്യം പറഞ്ഞ് മനസ്സിലാകുന്നു അല്ലേ? ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തില് നമ്മള് ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒരുപാട് മാനിപ്പുലേഷൻസ് പലയിടങ്ങളിൽ നടക്കുന്നുണ്ട്. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ആളുകൾ വളരെ കുറവാണ്. ശരിയായിട്ട് രക്ഷിക്കപ്പെട്ടാൽ ഡിസൈപ്പിൾഷിപ്പിന്റെ പാതയിൽ പോകണമെന്നാണ് ദൈവം നമ്മളെ കുറിച്ച് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ആ വായിച്ച വാക്യത്തിലേക്ക് പോയി. നമുക്ക് സമയം എനിക്ക് തോന്നുന്നു ഒരു 10-15 മിനിറ്റ് കൂടെ കാണുകയുള്ളെന്നാണ് എന്റെ ചിന്ത. ഓക്കെ, അല്പം ഒന്ന് നോക്കിയിട്ട് ഞാൻ ആ ഭാഗം വിടാം. അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെ കൂടെ, വാക്ക് കേൾക്കണം, പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ഏറിയ പുരുഷാരം യേശുവിന്റെ പുറകെ പോകുമ്പോ തിരിഞ്ഞു പറഞ്ഞത് ഇതാ, വിസ കിട്ടുമെന്നല്ല. എന്താ പറഞ്ഞത്? അപ്പൻ, അമ്മ, ഭാര്യ, മക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, സ്വന്തം ജീവനെ കൂടെ പകയ്ക്കണം. ഒക്കത്തില്ലയോ? എന്റെ അനുയായിരിക്കാൻ കഴിയില്ല, എന്റെ ശിഷ്യനായിരിക്കാൻ. യു ജസ്റ്റ് കാനോട്ട്. അവിടെയാണ് ഒന്നാമത്തെ കോസ്റ്റ് സ്പെൽ ഔട്ട് ചെയ്യുന്നത്. അപ്പൊ യേശുവിനെ കണ്ടോ നിങ്ങൾ? കൃത്യമായി കാര്യം പറയാതെ ആരെയും വശീകരിക്കുന്നില്ല. എന്റെ ഡിമാൻഡ് ഇതാ. സുവിശേഷത്തിന് ഡിമാൻഡുണ്ട്. നമ്മൾ ഈ ഡിമാൻഡിന്റെ ഭാഗം ആളുകളോട് പറഞ്ഞില്ല. നമ്മൾ വെറുതെ ആളുകളെ ശാനപ്പെടുത്തി എടുക്കുക. യേശു ആദ്യം തന്നെ ഡിമാൻഡ് പറയും. This is the cost you have to pay if you are coming after me. എന്നിൽ വിശ്വസിച്ച് സമർപ്പിക്കപ്പെടുകയാണെങ്കിൽ ഇതാണ് നിങ്ങൾ കൊടുക്കേണ്ട വില.
അപ്പൊ ഇവിടെ പകയ്ക്കുക എന്നുള്ള ആ വാക്ക് ഇച്ചിരി കട്ടി വാക്കായിട്ടാണ് എനിക്ക് തോന്നുന്നു. അയ്യോ, അപ്പനെ അമ്മയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെ കൂടെ പകയ്ക്കണോ? ഇനീഷ്യൽ ഹെയ്റ്റ് എന്ന വാക്കാണ്, കട്ടി വാക്കാണ്. അപ്പൊ ഇത് എന്തല്ലെന്നുള്ളത് ഞാൻ ആദ്യം പറയാം, എന്നിട്ട് എന്താണെന്ന് പറയാം. അവിടെ പകയ്ക്കുക എന്നുള്ള വാക്ക് ആക്ച്വലി അത് നെഗറ്റീവ് സെൻസിൽ ഉപയോഗിക്കരുത്, നമ്മൾ മനസ്സിലാക്കരുത്. ഇപ്പൊ ഹെയ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ആൻ ഇന്റൻസ് ഡിസ്ലൈക്ക് ഫോർ സംബഡി. എന്റെ ഉള്ളത്തിൽ ഏതോ ഒരു വ്യക്തിയോടുള്ള വെറുപ്പ്, അതാണ് പകയ്ക്കുക എന്ന് പറഞ്ഞത്. പക്ഷെ ആ അർത്ഥത്തിലല്ല കർത്താവ് ഇത് ഉപയോഗിക്കുന്നത്. ഞാനത് വിശദീകരിക്കാം. ഇതിന്റെ ഈ ലാംഗ്വേജിന്റെ പ്രയോഗം എന്ന് പറയുന്നത് ഹൈപ്പർബോലെ എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്. ഹൈപ്പർബോലെ സാധാരണ പ്രസംഗങ്ങളിൽ ഉപയോഗിക്കും. മലയാളത്തിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബോധപൂർവമുള്ള അതിശോക്തി ഉപയോഗിച്ച് പറയുക. അത് എന്തിനാണെന്ന് പറയാം. കേൾവിക്കാരെ ചിന്തിപ്പിക്കണം, ചലഞ്ച് ചെയ്യണം. അതിന് അതിശോക്തി വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു പ്രവണത ഈ ഇവരുടെ കഷ്ടത്തിൽ അല്ലെ ഇവരുടെ പ്രഭാഷണത്തിൽ. അപ്പം അതാണ് കർത്താവ് ആക്ച്വലി ഇവിടെ ഉപയോഗിക്കുന്നത്. ഹൈപ്പർബോലെ ലാംഗ്വേജ്. അത് വാസ്തവത്തിൽ ഒരു സിമാന്റിക് വേ ആണ്, ഒരു എക്സാജറേഷൻ ആയിട്ട് പറയാം. നമ്മുടെ ആ അറ്റൻഷൻ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ നിലയിൽ ഉപയോഗിക്കാം. അതൊരു സ്പീച്ചാണ്, അതൊരു വേ ഓഫ് സ്പീച്ചാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറയാം. ഇറ്റ് ഈസ് എ വേ ഓഫ് സേയിങ് ലവ് ലെസ്. അപ്പനെ അമ്മയും പകയ്ക്കാത്തവൻ എന്ന് പറഞ്ഞാൽ ആ ഹൈപ്പർബോളിക് ലാംഗ്വേജിൽ അത് പറയുന്നത് എന്നേക്കാൾ ഉപരി അവരെ സ്നേഹിക്കല്ല് എന്നുള്ള അർത്ഥമാണ്. അല്ലാതെ അക്ഷരാർത്ഥത്തിൽ ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടും എല്ലാം എനിക്ക് ഇഷ്ടക്കേടല്ല. അവിടെ യേശുവിനോടുള്ള സ്നേഹത്തിൽ നമ്മൾ നോക്കിയാൽ ഇഷ്ടക്കേടാന്ന് തോന്നിപ്പോകും ചിലപ്പം. പക്ഷേ മാനുഷിക ഇഷ്ടക്കേടല്ല. എനിക്ക് ഈ ബന്ധങ്ങളെക്കാളെല്ലാം ഐ ലവ് ജീസസ് മോർ. ആ അർത്ഥത്തിലാണ് കർത്താവ് ഒരു ഹൈപ്പർബോലെ ലാംഗ്വേജ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇന്റൻഷണൽ എക്സാജറേഷൻ ഇൻ ഓർഡർ ടു മേക്ക് എ പോയിന്റ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ബൈബിൾ എന്താണ് പറയുന്നത്? ഇപ്പൊ ഈ റിലേഷൻസിനുള്ള ബന്ധത്തിൽ 10 കൽപ്പനയിൽ പുറപ്പാട് പുസ്തകം 20:12 നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കാന്ന. അപ്പൊ അതിനെതിരെ അല്ല കർത്താവ് പറയുന്നത്. പകയ്ക്കാൻ നമ്മൾ കേൾക്കുമ്പോൾ ഓർക്കും, എടാ ഇവിടെ 10 കൽപ്പനയിൽ ഇങ്ങനെ പറയുന്നത്, പിന്നെ ഇതെന്താ ഇങ്ങനെ പറയുന്നതെന്ന്. അപ്പൊ കർത്താവ് കൽപ്പനയ്ക്കെതിരെ അല്ല പറയുന്നത്. ഇനി മത്തായി 5:44 എന്താ കർത്താവ് തന്നെ പഠിപ്പിച്ചത്? ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ശത്രുക്കളെ കൂടെ സ്നേഹിക്കാൻ പറഞ്ഞ കർത്താവ് അപ്പനെയും അമ്മയും ഭാര്യയും പകയ്ക്കാൻ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമല്ല. ആ ഡിസ്ലൈക്ക് എന്നുള്ള അർത്ഥത്തിൽ അല്ല, ശത്രുക്കളെ കൂടെ സ്നേഹിപ്പാനാണ് നമ്മളെ കർത്താവ് പഠിപ്പിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, അതൊരു ഹൈപ്പർബോലെ ലാംഗ്വേജ് ആണ് കർത്താവ് അവിടെ ഉപയോഗിക്കുന്നത്. മാത്രമല്ല കർത്താവിന്റെ ഐഹിക ജീവിതത്തിൽ കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോൾ യോഹന്നാൻ 19 നമ്മൾ വരുമ്പോൾ 25 മുതലുള്ള വചനങ്ങളിൽ കർത്താവിന്റെ ക്രൂശിൽ കിടക്കുന്ന ഒരു മൊഴിയുടെയാണ്. കർത്താവ് എന്താണ് പറയുന്നത്? സ്ത്രീയെ നിന്റെ മകൻ. യോഹന്നാനോട് പറയുന്നത് നിന്റെ അമ്മ. അപ്പം മേരിയെ കർത്താവ് സ്നേഹിക്കുകയും മേരിയുടെ ഭാവി കാര്യങ്ങൾ വളരെ ഉത്തരവാദിത്വത്തോടെ കർത്താവ് ചെയ്യുകയും ചെയ്തു. ജോണിനെ ആ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മള് മാതാപിതാക്കളെ പകയ്ക്കണം, മക്കളെ പകയ്ക്കണം എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ നമ്മൾ അർത്ഥമാകുന്ന നെഗറ്റീവ് സെൻസിലല്ല ആ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് പറയാനാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്. മാത്രമല്ല 1 തിമോത്തിയോസിന്റെ ലേഖനം 5:8
അപ്പോസ്തോലിക ടീച്ചിങ്ങിൽ തനിക്കുള്ളവർക്ക്, പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്ക് വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു. അങ്ങനെയല്ലേ തിരുവെഴുത്ത് പറയുന്നത്? അപ്പൊ ഈ വാക്യങ്ങളെല്ലാം ഞാൻ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അപ്പനെയും അമ്മയെയും മക്കളെയും സഹോദരനെയും സഹോദരിയും പകയ്ക്കാത്തെന്ന് പറയുമ്പോൾ നാളെ രാവിലെ തൊട്ട് എനിക്ക് ഇഷ്ടമല്ല നിങ്ങളെ ഒന്നും. കാരണം ബൈബിൾ അങ്ങനെയാണ് പറയുന്നത്, ആ അർത്ഥത്തിലല്ല. ഇനി ഞാൻ ഒരു വാക്യം ഞാൻ വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാം. ഈ വാക്യത്തിന്റെ പാരലൽ പാസേജ് മത്തായി 10:37 നിങ്ങൾ നോക്കിക്കേ. അത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. കണ്ടോ, അതാണ് വിഷയം. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ, ശിഷ്യനായി പുറകെ വരുന്നവന് അവന്റെ എല്ലാം കർത്താവാണ്. കർത്താവ് നമ്പർ 1. കർത്താവാണ് അവന്റെ ട്രഷർ. കർത്താവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ഏത് ബന്ധങ്ങളും. അല്ലേ? ആണോ? അച്ചാച്ചനോടൊന്ന് വന്നിട്ട് അങ്ങ് സ്നാനപ്പെടാൻ ഞാൻ ഇരിക്കുക. മാമ അത് പോരാ, അത് ശിഷ്യത്വമല്ല. ലോകത്തിലുള്ള ഒരു ബന്ധങ്ങളും ബന്ധനമാകരുത്. രക്ഷിക്കപ്പെട്ടോ? സൗജന്യമാണ്. രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ പുറകെ പോവുകയാണെങ്കിൽ ജീസസ് ഈസ് നമ്പർ 1. ഇതാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. ആ വില കൊടുക്കാൻ കഴിയത്തില്ലയോ? എന്റെ പുറകെ വരരുത്. കർത്താവ് പറയും, യു cannot be my disciple. അപ്പം കട്ടി വാക്കാണ്, പക്ഷെ കർത്താവ് ഇവിടെ ആഗ്രഹിക്കുന്നത് കംപ്ലീറ്റ് കമ്മിറ്റ്മെന്റ്. ജീസസ് അലോൺ ഈസ് പ്രൊമിനന്റ്. അപ്പൊ ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത് നിങ്ങളോട് പറയാം. ശരിക്കും കർത്താവുമായിട്ട് അങ്ങനെ ഒരു സ്നേഹത്തിലും ബന്ധത്തിലും കർത്താവിന്റെ പുറകെ പോവുകയാണെങ്കിൽ ഭാര്യയെയോ ഭർത്താവിനെയോ മക്കളെയോ നേരത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരി സ്നേഹിക്കും. ശരിക്കും കർത്താവിനെ ശരിയായി സ്നേഹിക്കുന്ന ഒരാള്, എനിക്ക് യേശുവിനോടാണ് ഏറ്റവും സ്നേഹമെങ്കിൽ, യേശു എന്തെല്ലാമാണ് ഭാര്യയോട് കർത്താവ് ഏത് നിലയിൽ പെരുമാറണം അതെല്ലാം ഞാൻ ചെയ്യും. ഭാര്യ അതുപോലെ എന്നോട് ചെയ്യും. അതെന്താ? കാരണം ഞങ്ങൾ രണ്ടുപേരും സ്നേഹിക്കുന്നത് കർത്താവിനെ. സ്നേഹം വർദ്ധിക്കത്തേ ഉള്ളൂ. എന്നാൽ കർത്താവ് ഒരു കാര്യം പറയുമ്പോൾ അവിടെ ഭാര്യ തടസ്സമായാലും ഭർത്താവ് തടസ്സമായാലും മക്കൾ തടസ്സമായാലും യേശു ഇത് പറഞ്ഞു, ഐ വിൽ ഡു ഇറ്റ്. ഞാൻ ചിലടത്തെ സുവിശേഷമൊക്കെ പറയുമ്പോഴേ നമ്മൾ കേട്ടിട്ടുമുണ്ട്, നമ്മള് ചിലടത്തെ അനുഭവമൊക്കെ ഉണ്ട്. മാസ്റ്റർ ഇതൊക്കെ ശരിയാ, പക്ഷെ നമ്മളിപ്പോ അവരുടെ ചെലവിലല്ലേ മാസ്റ്ററെ? ആരെ? മക്കളെ. നമുക്ക് അങ്ങനെ അങ്ങ് ഇറങ്ങാനൊക്കൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആരാണിപ്പോ വലുത്? മക്കളാണ് വലുത്. അവരാണ് ചെലവിന് തരുന്നത്. മക്കളൊന്ന് വിരട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ യേശു വേണ്ടതാവും. അങ്ങനെയുള്ള ഒരാള് യേശുവിന്റെ പുറകെ പോകണമെന്ന് യേശു പ്രതീക്ഷിക്കുന്നില്ല. പ്രൈമറി ലവ് ഇസ് ടു ദ ലോർഡ്. ആ ലവ് ടെസ്റ്റഡ് ആകുന്നത് എവിടാണെന്നറിയാം? കർത്താവിന്റെ വചനത്തോടുള്ള ബന്ധത്തിലാണ്. ഒരു ദിവസം ഒരു അപ്പച്ചനോട് ദൈവം പറഞ്ഞു, എന്ത് പറഞ്ഞു? നിന്റെ മകൻ, നീ സ്നേഹിക്കുന്ന ഏകജാതനായ ഇസഹാക്കിനെ തന്നെ. അത് എന്തുവാ? 25 വർഷം പ്രാർത്ഥിച്ച് കാത്തിരുന്ന് കിട്ടിയതാ. ഇപ്പം ആ മകനാണ്ട് 10-17 വയസ്സുണ്ട്. അതിരാവിലെ എഴുന്നേറ്റ് സാറാമ്മച്ചയോട് സംസാരിക്കാതെ മോറിയാമലയിൽ പോയി യാഗപീഠത്തിൽ കിടത്തി കത്തി ഓങ്ങിയെന്ന് പറഞ്ഞാൽ ആ അപ്പച്ചൻ ആരാണത്? ദൈവം ഇടപെട്ട് പറയാ, ബാലന്റെ മേൽ കൈവെക്കരുത്, ഇപ്പോൾ ഞാൻ അറിയുന്നു നീ എന്നെ ഭയപ്പെടുന്നുവെന്ന്. കണ്ടോ? അപ്പൊ ടെസ്റ്റ് എവിടെയാണ്? അപ്പൊ നമ്മുടെ റിലേഷൻസ് വേണ്ടെന്നല്ല, റിലേഷൻസിനെ സ്നേഹിക്കരുതെന്നല്ല, പ്രൈമറി സ്നേഹം ജീസസ് ആണ്. ജീസസ് കഴിഞ്ഞിട്ടുള്ള ഈ ലോകത്തിൽ എല്ലാ റിലേഷൻസും അത്രയേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. മാതാപിതാക്കളാണ് നമ്മളെ വളർത്തിയത്. ജനിപ്പിച്ച അപ്പൻ, പ്രസവിച്ച അമ്മ, അതിനേക്കാൾ വലുതാണ് കർത്താവ്. കാരണം ഇവര് നമ്മളെ അറിയുന്നതിന് മുമ്പ്
ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുയേശുവിൽ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തതാണ്. ഞാൻ എന്റെ വാക്കുകള് തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ടൈം ഈസ് അപ്പ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡിസൈപ്പിൾഷിപ്പ് എന്ന ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ഇത്രയെങ്കിൽ എന്ന് ഞാൻ ധരിക്കട്ടെ. നമുക്ക് കർത്താവിന്റെ പുറകെ പോകാം, അനുഗ്രഹം പ്രാപിക്കാം. കർത്താവിന്റെ ആ വാക്കുകൾ ഏറിയ പുരുഷാരം പോകുമ്പോൾ അവരോട് തിരിഞ്ഞ് കർത്താവ് പറയുന്നത് ഒന്നാമത്തെ കോസ്റ്റിന്റെ ആരംഭഘട്ടമാണ് നമ്മൾ ചിന്തിച്ചത്. ഓവർ യു പാസ്റ്റർ. ഈ രാത്രി